message, the title is Groaning Towards Glory. ഇന്ന് എന്റെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇപ്രകാരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു: തേജസ്സിലേക്കുള്ള ഞരക്കം. Groaning ഞരക്കം towards glory. ആ തേജസ്സിലേക്കുള്ള ഞരക്കം. It is a living hope for hurting believers. മുറിവേറ്റ വിശ്വാസികൾക്കുള്ള ഒരു ജീവനുള്ള പ്രത്യാശയാണിത്. And I am praying that my every word will come with grace. എന്റെ പ്രാർത്ഥന ഇതാണ്: ഞാൻ പറയുന്ന ഓരോ വാക്കുകളും കൃപ നിറഞ്ഞതായിരിക്കും. I don't want my emotions to come in. എന്റെ വൈകാര്യങ്ങളൊന്നും അതിൽ കലർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I want the Holy Spirit to take complete control. പരിശുദ്ധാത്മാവ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Would you pray for me too? എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? Every word that will come out of my mouth, എന്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ, let it bring glory to the name of അത് the Lord. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമാകട്ടെ. I need your prayers. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ I'm ആഗ്രഹിക്കുന്നു. beseeching your prayers. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ Would you ആഗ്രഹിക്കുന്നു. lift your hands and just have a word of prayer for me? ആമേൻ. ആ കരം ഉയർത്തി എനിക്ക് വേണ്ടി ഒന്ന് For പ്രാർത്ഥിക്കുവാൻ both of കഴിയുമോ? us, can you just pray for us? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ That നിങ്ങൾക്ക് Lord, കഴിയുമോ? may the words that comes out may be the word of Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ മാത്രമേ ഞങ്ങളുടെ അധരത്തിൽ We നിന്ന് don't വരാവൂ. want our human emotions to come in. മാനുഷികമായ വൈകാര്യങ്ങൾ അതിൽ കൂടി വരല്ലേ. Come on, say amen to this. എത്ര പേർക്ക് ആമേൻ എന്ന് പറയുവാൻ കഴിയും? My message is coming from Romans chapter 8. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നാണ് എന്റെ സന്ദേശം വരുന്നത്. And it will be an exegetical message from verse 18 till 39. ആമേൻ. 18 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ഒരു എക്സജറ്റിക്കൽ പ്രസംഗമായിരിക്കും ഇന്നത്തെ സന്ദേശം. The important thing is, I want to understand before even the message comes in. ഈ സന്ദേശം വരുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, The pain that we go through are real. ആമേൻ, നാം കടന്നു പോകുന്ന വേദന അത് യാഥാർത്ഥ്യമാണ്. But it's not the final word. പക്ഷേ അതല്ല അവസാനത്തെ വാക്ക്. God is working through it. ദൈവം അതിലൂടെ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. God is holding through it. അതിലൂടെ എല്ലാം ദൈവം നമ്മളെ കരം പിടിച്ചിട്ടുണ്ട്. And can I declare that God has already made victory over it? ആമേൻ. ഒരു കാര്യം കൂടി ചേർത്ത് ഞാൻ പറയട്ടെ, അതിലൂടെ എല്ലാം ഒരു വിജയവും ദൈവം നൽകി Even though തന്നിട്ടുണ്ട്. you don't see it now. ഇന്ന് നാം അത് കാണുന്നില്ലെങ്കിലും, Let me repeat it. വീണ്ടും ഞാൻ ഒന്ന് പറയട്ടെ, God is working through it. ആമേൻ, ദൈവം അതിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. God is holding through it. ദൈവം അതിലൂടെ കരം And പിടിച്ചിട്ടുണ്ട്. God has already declared a victory over it. അതിന്റെ ജയവും എന്നേ ദൈവം പ്രഖ്യാപിച്ചും If കഴിഞ്ഞിരിക്കുകയാണ്. somebody believes that, praise ഇന്ന് God. പകൽക്കാലം എത്ര പേർക്ക് അതൊന്ന് വിശ്വസിക്കുവാൻ Can കഴിയും? you also say together, ഒന്ന് ചേർന്ന് പറയുവാൻ കഴിയുമോ? God is working through it. ദൈവം അതിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. God is holding through it. ദൈവം അത് കരം പിടിച്ചിട്ടുണ്ട്. And God has already declared a victory on it. അതിന്റെ ജയം ദൈവം And those പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. who believe say amen. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഒരു ആമേൻ പറയുവാൻ Those who കഴിയുമോ? believe say amen. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറയുവാൻ Those who കഴിയുമോ? believe say amen. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമേൻ പറയട്ടെ. Remember that we all are going through heavy things. ആമേൻ. ഒന്ന് ഓർക്കുക, നാം എല്ലാവരും ഇപ്രകാരം ഭാരമേറിയ വിഷയത്തിൽ കൂടി കടന്നു പോകുകയാണ്. Some of you are going through a diagnosis that you never asked for. ആമേൻ. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഡയഗ്നോസിസ് ആയിരിക്കും നമ്മുടെ മുമ്പിൽ. Some of you are going through broken relationships. ചിലപ്പോൾ വേർപിരിഞ്ഞ ചില ബന്ധത്തിൽ കൂടിയായിരിക്കും പോകുന്നത്. Some of the marriages are at stake. ആമേൻ. ചിലപ്പോൾ ചില വിവാഹ ബന്ധങ്ങൾ പോലും തകർച്ചയുടെ വക്കിലായിരിക്കും. Some of the grief that won't lift up. ആമേൻ. ചില പ്രയാസങ്ങൾ, വേദനകൾ നമ്മളെ ഒരിക്കലും ഉയർത്തുന്നില്ല. Some of the memories that you don't leave. നമ്മളെ ചില ചിന്തകൾ അത് നമ്മളെ വിട്ടു പോകുന്നില്ല. I want to tell you something. ഒരു കാര്യം ഞാൻ അതിൽ പറയട്ടെ, Your pain is not a sign that God has stepped out of you. നിങ്ങൾക്ക് ഉള്ള ഈ വേദന കാണിക്കുന്നത് ദൈവം അതിൽ നിന്ന് മാറിപ്പോയെന്നല്ല. It is exactly where God is working the hardest to build you, to make you and to mold you. ആമേൻ. പക്ഷേ ആ ഒരു നിർണായക ഘട്ടത്തിലാണ് ദൈവം ഏറ്റവും പ്രയാസമേറിയത് നിന്നിലൂടെ പണിതെടുക്കുന്നത്. Romans chapter 8 is not a comfortable place. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം ഒരു സുഖകരമായ ഒരു സ്ഥലമല്ല. You know who wrote it? ആരാ അത് എഴുതിയെന്നറിയാമോ? Apostle Paul. അപ്പോസ്തലനായ പൗലോസാണ് എഴുതിയത്. And in Romans chapter 8, ആമേൻ. 8-ാം അധ്യായത്തിൽ we have used this Romans chapter 8 to encourage so many people. ഒരുപാട് പേരെ ഉദ്ധരണിപ്പിക്കുവാൻ വേണ്ടി ഈ അധ്യായം നാം ഉപയോഗിച്ചിട്ടുണ്ട്. And what we have always seen is
Paul is in the most cherishing mood. പൗലോസ് ഏറ്റവും ചെറിഷ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു അവസ്ഥയിൽ മൂഡിലായിരിക്കുന്നു. But let me give you the background. പക്ഷേ അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കൊന്ന് പറയട്ടെ. When he was writing Romans chapter 8, ഈ 8-ാം അധ്യായം അപ്പോസ്തലൻ പൗലോസ് എഴുതുമ്പോൾ he is writing after being beaten up. നന്നായി അടി ലഭിച്ചതിന് ശേഷമാണ് എഴുതുന്നത്. He is writing after being stoned. തനിക്ക് കല്ലേറ് ലഭിച്ചതിന് ശേഷമാണ്. He is writing after shipwreck. ഒരു കപ്പൽ ഛേദത്തിന് ശേഷമാണ്. He is writing after being imprisoned. ഒരു കാരാഗൃഹത്തിലായി ശേഷമാണ്. He was even beaten and left as dead. താൻ അടിയേറ്റ് മരിച്ചു എന്ന് വിചാരിച്ച് വിട്ടുപോയ അതിനുശേഷം എഴുതിയതാണ്. Right after this he is writing Romans chapter 8. ഇതെല്ലാം സഹിച്ചതിന് ശേഷം ഉടനെ ആണ് ഈ അധ്യായം എഴുതുന്നത്. And to whom is he writing? ഇത് ആർക്കു വേണ്ടിയാണ് എഴുതുന്നത്? To the believers in Rome. റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി. And what is happening in Rome? എന്താണ് അവിടെ സംഭവിക്കുന്നത്? All the Christians were persecuted and Jewish Christians were thrown out of Rome. ഓരോ ക്രിസ്ത്യാനികളും അവർ പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹൂദ ക്രിസ്ത്യാനികൾ അവരെ റോമിൽ നിന്ന് പുറത്താക്കുവാനും ഇടയായി. Gentile Christians were left there. ഇതായി ജെന്റൈൽസ് എന്ന് വന്ന ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ട്. But nobody likes Gentile. പക്ഷേ അവരെ ആർക്കും ഇഷ്ടമില്ല. They don't have an identity. അവർക്കൊരു വ്യക്തിത്വമില്ല. To a hurting people. വേദനയുള്ള ഒരു ജനത്തോട്, persecuted people, പീഡയിൽ കൂടി കടന്നു പോകുന്ന ഒരു ജനം, people who are rejected, തിരസ്കരിക്കപ്പെട്ട ഒരു ജനം, Paul is writing. അവർക്ക് വേണ്ടിയാണ് പൗലോസ് ഇത് എഴുതുന്നത്. Spurgeon calls Romans chapter 8 as the Alps of the Bible. റോമാലേഖനം 8-ാം അധ്യായം സ്പർജൻ ഇപ്രകാരമാണ് പറയുന്നത്. അതൊരു പർവ്വതത്തിന്റെ കൊടിമുടിയോടാണ് സമീപിച്ച് പറയുന്നത്. If you draw a graph from Genesis to Revelation, a graph, ഒരു ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ, the highest peak of the suffering that any book talks about is Romans chapter 8. ഏറ്റവും കഷ്ടത കാണുന്ന ഒരു അധ്യായമുണ്ടെങ്കിൽ അത് റോമാലേഖനം 8-ാം അധ്യായമാണെന്ന് പറയുന്നു. So I'm taking that now. അത് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. Let's go one by one. ഓരോന്നോരോന്നായി നമുക്കൊന്ന് ചിന്തിക്കാം. Actually I have 7 things to say, but I don't think I will finish it. എനിക്ക് 7 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. Number 1. ഒന്നാമതായി, the very first thing, let's read verse 18. അതിന്റെ 18-ാമത്തെ വാക്യം നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. Come on, let's go. For I consider that the sufferings of this present age are not worth comparing with the glory that is to be revealed to us. നമ്മളെ വിളിച്ചവനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല. The word in Greek that he used is a word that is used in accounts. ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് അക്കൗണ്ട്സിൽ നാം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. That's why I titled the math of glory. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം തലക്കെട്ട് കൊടുത്തത് ഈ തേജസ്സിന്റെ കണക്ക്. Now listen, pain, Paul is not saying your pain is not real. പൗലോസ് ഇവിടെ നിങ്ങളുടെ വേദന അത് യാഥാർത്ഥ്യമല്ല എന്നല്ല പറയുന്നത്. He is not saying just believe and everything will go. എന്തെങ്കിലും വിശ്വസിച്ചാൽ ഇതെല്ലാം മാറും എന്നല്ല പറയുന്നത്. He is not saying name it and claim it. ഇത് കൽപ്പിച്ചാക്കുക അത് ലഭിക്കുമെന്നൊന്നല്ല പറയുന്നത്. But Paul is actually doing a math. പക്ഷേ ഇവിടെ യഥാർത്ഥമായ ഒരു കണക്കുകൂട്ടൽ ചെയ്യുകയാണ്. You know, he is talking about the suffering. ഈ കഷ്ടതയിൽ കുറിച്ച് പറയുകയാണ്. He is considering that suffering is there. കഷ്ടത യാഥാർത്ഥ്യമാണെന്ന് പറയുന്നുണ്ട്. Church, I want to let you know. സഭയോട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. Suffering is real. കഷ്ടത ഒരു യാഥാർത്ഥ്യമാണ്. Pain is real. വേദന ഒരു യാഥാർത്ഥ്യമാണ്. Today Bible study introduction was the best thing. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയുടെ തുടക്കം അത് ഏറ്റവും മനോഹരമായിരുന്നു. That we all go through pain. നാം ഓരോരുത്തരും വേദനയിൽ കൂടി കടന്നു പോകും. You know, Paul is saying this suffering cost. പൗലോസ് പറയുകയാണ് ഇതിന് ഒരു വില മുടക്കലുണ്ട്. But there is a comparison. പക്ഷേ ഇതിനൊരു താരതമ്യം ചെയ്യുന്നുണ്ട്. Even though the pain is real, ഈ വേദന യാഥാർത്ഥ്യമാണെങ്കിലും, even though that is heavy, അത് ഭാരമേറിയതാണെങ്കിലും, you know, when you go through stuff, ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ sometimes it is your financial issue. ചിലപ്പോൾ അത് സാമ്പത്തികമായ വിഷയമായിരിക്കാം. Something it is your costing your family. ചിലപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വരുന്ന പ്രശ്നമായിരിക്കാം. Some of you got a hard diagnosis. ചിലപ്പോൾ ലഭിച്ച ഒരു
ഒരു ഡയഗ്നോസിസ് ആയിരിക്കാം. You know, diagnosis you never thought. ചിലപ്പോൾ നാം പ്രതീക്ഷിക്കാത്ത ഒരു ഡയഗ്നോസിസ് One ആയിരിക്കാം. doctor one day calls up and say you have cancer. ആമേൻ. ഒരു ഡോക്ടർ ഒരിക്കൽ വിളിച്ചു പറയും നിങ്ങൾക്ക് ഇപ്പോൾ ക്യാൻസർ ഉണ്ട്. Some of you may be diagnosed as with mental health. ചിലപ്പോൾ മറ്റു ചിലവർക്ക് മാനസികമായ പ്രശ്നത്തിലായിരിക്കും ഡയഗ്നോസ് We all ചെയ്തിരിക്കുന്നത്. hear some bad news. ഇപ്രകാരം മോശപ്പെട്ട വാർത്തകൾ നാം കേൾക്കാറുണ്ട്. But can I tell you something? പക്ഷേ ഇന്ന് ഞാൻ ഒരു കാര്യം വിളിച്ചു The പറയട്ടെ. Spirit of the Lord wants this message to be given to this church. ആമേൻ. ഈ സഭയോട് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയാനുള്ളത്, Yes, your pain is real. യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ വേദന. I'm not saying it is not real. അത് യാഥാർത്ഥ്യമല്ല എന്ന് ഞാൻ I'm പറയുന്നില്ല. also not saying pray hard and you will find an answer. ആമേൻ. നന്നായി പ്രാർത്ഥിച്ചാൽ ഒരു മറുപടി ലഭിക്കുമെന്നുമല്ല ഞാൻ But പറയുന്നത്. can I tell you something? പക്ഷേ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. This pain is momentary. ആമേൻ. ഈ വേദന ഒരു താൽക്കാലികം മാത്രമാണ്. You know, there is an income ledger. ആമേൻ. നമുക്ക് Income ledger. ഈ നമ്മുടെ വരവിന്റെ ഒരു കണക്കുണ്ട്, There is an expense ledger. ചെലവിന്റെ ഒരു കണക്കുമുണ്ട്. And then there's a ledger of debt. ആമേൻ. നമുക്കുള്ള കടങ്ങളുടെ ഒരു കണക്കുമുണ്ട്. And Paul is saying, പൗലോസ് പറയുകയാണ്, with the income of your suffering, നമ്മുടെ കഷ്ടതയുടെ ഒരു വരവ് I നോക്കിയാൽ, want you to compare with what is yet to come. ആമേൻ, വരുവാനുള്ളതുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. Your suffering has an end. ആമേൻ. നിങ്ങളുടെ കഷ്ടതയ്ക്ക് ഒരു അവസാനമുണ്ട്. Your suffering has an expiry date. അതിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ ദിവസമുണ്ട്. But the glory that is coming, പക്ഷെ വരുവാനുള്ള തേജസ്സോ it is endless. അത് നിത്യതയോളമാണ്. It is endless. അതിനൊരു അവസാനമില്ല. It has no expiry date. അതിനൊരു അവസാന തീയതിയില്ല. Can I call to everybody in here? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, Today you are going through pain. ഇന്ന് നിങ്ങൾ വേദനയിലൂടെയാണ്. Today you are going through suffering. ഇന്ന് നിങ്ങൾ കഷ്ടതയിലൂടെയാണ്. I am going through suffering. ഞാൻ വേദനയുള്ളിൽ കടന്നു പോകുന്നു. And when we all go through this, നാം ഓരോരുത്തരും ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ we hold on to it. നാം അതിൽ മുറുകെ പിടിക്കുകയാണ്. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Because my God is holding me. കാരണം എന്നെ നിലനിർത്തുന്ന ദൈവമാണ്. My God is working through me. എന്നിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. And soon and very soon, അധികം താമസിക്കാതെ I will enter into that glory. ഞാൻ ആ തേജസ്സിലേക്ക് And പ്രവേശിക്കും. when I look into that glory, ഞാൻ ആ തേജസ് നോക്കുമ്പോൾ my suffering is momentary. ഇന്നത്തെ കഷ്ടത So താൽക്കാലികമാത്രേ. instead of focusing on my suffering, അതുകൊണ്ട് എന്റെ കഷ്ടത നോക്കിക്കൊണ്ടിരിക്കാതെ I am not denying it. അതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. I don't live in denial. ആമേൻ. അതിനെ തള്ളിക്കളഞ്ഞുള്ള ജീവിതത്തിലല്ല. I'm not saying there is no suffering. I'm Amen. not closing my eyes. ആമേൻ. ഞാൻ കഷ്ടതയിൽ കണ്ണടച്ചു നിൽക്കുകയല്ല. But instead of focusing on suffering, പക്ഷെ കഷ്ടതയിൽ മാത്രം നോക്കി നിൽക്കാതെ I know who holds my future. എന്റെ ഭാവിയെ മുറുകെ I പിടിച്ചിരിക്കുന്നവനെ know who എനിക്കറിയാം. can carry out through this. ആമേൻ. ഇതിലൂടെ എന്നെ നടത്തുന്ന Can ഒരുവനെ somebody എനിക്കറിയാം. praise God today? എത്ര പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? Somebody need to praise God today. എത്ര പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കുവാൻ So, കഴിയും? so comparison is with momentary suffering, endless glory. ആമേൻ. ഇവിടെ താരതമ്യം ചെയ്യുന്നത് താൽക്കാലികമായ കഷ്ടതയും ലഭിക്കുവാനുള്ള നിത്യതയോളമുള്ള The തേജസ്സുമായിട്ടാണ്. second thing that I want to tell you, പറയുവാനുള്ള രണ്ടാമത്തെ വസ്തുത, the whole creation is groaning. ആമേൻ, സൃഷ്ടി മുഴുവൻ ഞരങ്ങുകയാണ്. The groaning creation. ആമേൻ, ഞരങ്ങുന്ന സൃഷ്ടി. The next verse. അടുത്ത Can we വാക്യത്തിൽ read together? The whole creation. So Paul is writing, you are groaning, but I want to also tell what? Come on, let's speak louder. ഉച്ചത്തിൽ നമുക്കൊന്ന് പറയാമോ? The whole creation has been groaning together in the points of childbirth until now. ആമേൻ. പൗലോസ് പറയുകയാണ്, നിങ്ങൾ വേദനയിൽ കൂടി കടന്നു പോകുന്നു, പക്ഷെ സൃഷ്ടി മുഴുവൻ ഈ വേദനയിൽ ഞരങ്ങുകയാണ്. You are talking about your pain. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ വേദനയെ കുറിച്ചാണോ പറയുന്നത്? For you, your pain is big. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ വേദനയായിരിക്കും വലുത്. Why me? ആമേൻ. എന്തിനുകൊണ്ട് എന്നോട്? Why I? ആമേൻ. എന്തിനു Why my family? എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ? Why it's happening? ആമേൻ. എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു? But the Spirit of the Lord says, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, even though you don't know what your neighbor is carrying, ആമേൻ, നിങ്ങളുടെ അയൽവാസിയുടെ വേദന എന്താണെന്ന് the നിങ്ങൾക്കറിയത്തില്ലെങ്കിലും, person who is sitting right beside you, നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ വേദന you don't നിങ്ങൾക്കറിയില്ല. know what they carry. ആമേൻ. അവർ വഹിക്കുന്ന ഭാരം You നിങ്ങൾക്കറിയത്തില്ലായിരിക്കും. think your burden is bigger. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഭാരമാണ് I വലുത്. feel my burden is bigger. എനിക്ക് തോന്നും എന്റെ ഭാരമാണ് വലുത്. But ask your neighbor. പക്ഷെ നിങ്ങളുടെ അയൽവാസിയോടൊന്ന് ചോദിച്ചു നോക്ക്. They will say their pain is bigger. അവര് പറയും അവരുടെ വേദന അതിലും വലുതാണ്. And Bible says, വചനം വിളിച്ചു പറയുന്നു, and this is one commonality, ആമേൻ, ഇത് എപ്പോഴും കാണുന്ന ഒരു വസ്തുതയാണ്. that the whole creation is groaning. സൃഷ്ടി മുഴുവൻ ഞരങ്ങുകയാണ്. You know why Paul says that? എന്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത് What is അറിയാമോ? the reason Paul is saying? എന്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത് അറിയാമോ? Your suffering is not just your problem. ആമേൻ. നിങ്ങളുടെ കഷ്ടത നിങ്ങളുടെ പ്രശ്നം മാത്രമല്ല. Your suffering
is a part of cosmic suffering. ആമേൻ. ഈ ഭൂലോകത്തിലുള്ള സകല കഷ്ടതയുടെയും ഭാഗമാണ് നിങ്ങളുടെയും കഷ്ടത. Your pain is a part of the pain of the whole cosmos. ആമേൻ. നിങ്ങളുടെ വേദന ഈ ഭൂലോകത്തിന്റെയും വേദനയുടെ ഒരു ഭാഗമാണ്. Simple answer is this. ഇതിന്റെ ലഘുവായുള്ള മറുപടി ഇതാണ്. Sometimes people ask, why it's me? ആമേൻ. ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിത്? Why my family? എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ? And the Spirit of the Lord is answering through Paul. ആമേൻ. പൗലോസിലൂടെ പരിശുദ്ധാത്മ മറുപടി പറയുകയാണ്. You did not invite your suffering. നിങ്ങളുടെ വേദന നിങ്ങൾ വിളിച്ചു വരുത്തിയതല്ല. It was not your choice. അത് നിങ്ങൾ എടുത്ത തീരുമാനമല്ല. Nobody chooses suffering. ആരും വേദന തിരഞ്ഞെടുക്കുകയില്ല. No, this was not invited by you. ഇത് നിങ്ങളാൽ ക്ഷണിക്കപ്പെട്ടതുമല്ല. But I want to tell you, പക്ഷെ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, this is a cosmic thing. ഇത് ഭൂലോകം മുഴുവനുള്ള പ്രശ്നമാണ്. And Bible says it very clearly. വചനം ഇത് വ്യക്തമായി പറയുന്നു. I don't know that if you can pull that other verse from the Bible. ആമേൻ. If you can pull the other verse, it's written that for the next verse is the whole creation waits eagerly longing for revealing of the sons of God. I want somebody to read that in Malayalam also. And then the next is, for the creation was subjected to futility. Can you go with that verse? 19, 20, 21. The full, take your Bible. Take the Bible. Okay. For the creation was subject to futility, not willingly. What is that in Malayalam? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ അതെ. കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുതലും. ഒരു മിനിറ്റ്. എന്തുവാ? സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല. മനഃപൂർവമായിട്ട് അല്ല. I want to bring this to you. ആമേൻ. ഈ ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കട്ടെ. Bible is very clear. This creation is subjected to pain and suffering. ആമേൻ. ഈ മുഴു സൃഷ്ടിയും വേദനയും കഷ്ടതയിൽ കൂടി കടന്നു പോകുകയാണ്. Not willingly. പക്ഷെ മനഃപൂർവ്വമല്ല. Not willingly. ഒരിക്കലും മനഃപൂർവ്വമല്ല. It was because of that first sin. ആമേൻ. ആദ്യത്തെ ആ പാപം മുഖാന്തരം that every creation got corrupted. സകല സൃഷ്ടിയും ആ ദ്രവത്വത്തിൽ വരുവാനിടയായി. This creation that you see today, ഇന്ന് കാണുന്ന സൃഷ്ടി, it was not designed to be like this. ആമേൻ. ഇപ്രകാരം ആകുവാനല്ല ദൈവം ആഗ്രഹിച്ചത്. Your labor was not designed the way you are laboring now. ആമേൻ. ഇന്ന് നിങ്ങൾ അധ്വാനിക്കുന്ന രീതിയിലല്ല ദൈവം യഥാർത്ഥത്തിൽ തീരുമാനിച്ചത്. Your body was not designed the way you carry now. ഇന്ന് നാം വഹിക്കുന്ന ഈ ശരീരം ഇപ്രകാരമല്ല ദൈവം രൂപീകരിച്ചത്. The food that you eat was not designed the way that you are eating now. ആമേൻ. ഇന്ന് നാം ഭക്ഷിക്കുന്ന ഭക്ഷണം അത് ഇന്ന് ഭക്ഷിക്കുന്ന പോലല്ല ദൈവം In ആഗ്രഹിച്ചത്. Garden of Eden, ഏദൻ തോട്ടത്തിൽ we were made healthy. നാം ആരോഗ്യത്തോടു കൂടിയാണ് We ദൈവം were made സൃഷ്ടിച്ചത്. without death. ആമേൻ. മരണമില്ലാത്ത രീതിയിലാണ് ദൈവം We സൃഷ്ടിച്ചത്. were made with a healthy body. നല്ല ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയാണ് The ദൈവം whole സൃഷ്ടിച്ചത്. creation was good. എല്ലാ സൃഷ്ടിയും നല്ലതായിരുന്നു. We would have worked and we would have got so much of fruits. ആമേൻ. നാം അധ്വാനിച്ച ഒരുപാട് ഫലം ലഭിക്കുമായിരുന്നു. There was no need of sweating. ആമേൻ. നാം വേർപ്പ് ചെലവിടേണ്ട There ആവശ്യമില്ലായിരുന്നു. was no need of raising blood pressure. ആമേൻ. നമ്മുടെ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കേണ്ട But ആവശ്യമില്ലായിരുന്നു. that one sin, പക്ഷേ ആ ഒരു പാപ that മുഖാന്തരം, one sin entered into the world. ആമേൻ, ആ പാപം ലോകത്തിൽ പ്രവേശിച്ച മുഖാന്തരം, And it created a complete manipulation to this design. ആമേൻ, സകല സൃഷ്ടിയിലും ഒരു വ്യത്യാസം വരുവാനിടയായി. So what Paul is trying to say, ഇവിടെ പൗലോസ് എന്താണ് അവിടെ വിളിച്ചു a പറയുന്നത്? believer, what you are suffering, ഈ വിശ്വാസിയെ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടത it is not because what you did. നിങ്ങൾ ചെയ്ത മുഖാന്തരമല്ല. Come on, do you understand this? മനസ്സിലാകുന്നുണ്ടോ? Do you understand this? മനസ്സിലാകുന്നുണ്ടോ? It is not because what you did. നിങ്ങൾ ചെയ്തത് കാരണമല്ല. It is not because what your forefathers did. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തത് It കൊണ്ടല്ല. is not because you committed some sin. നിങ്ങൾ ഏതോ പാപം ചെയ്തുകൊണ്ടല്ല. No. It is the part of cosmic suffering. ആമേൻ. ഇത് ലോകത്തിന്റെ ആ കഷ്ടതയുടെ ഭാഗമാണ്. Nobody has entered into this willfully. ഇതാരും മനഃപൂർവ്വമായി ആഗ്രഹിച്ച് പ്രവേശിച്ചതല്ല. Can somebody praise God? എത്ര പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കുവാൻ Can കഴിയും? somebody praise God? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ You കഴിയും? didn't choose your diagnosis. നിങ്ങളുടെ ഡയഗ്നോസിസ് നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല. You didn't choose your trauma. നിങ്ങളുടെ ട്രോമ നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല. You didn't choose your betrayal. നിങ്ങളുടെ ബിട്രയൽ നിങ്ങൾ You തിരഞ്ഞെടുത്തതല്ല. didn't choose your loss. നിങ്ങളുടെ നഷ്ടം നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല. Now
he's comparing this with a labor pain. ആമേൻ ഇതൊരു പ്രസവ വേദനയുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. You know, many of the ladies might not have this pain. ആമേൻ അനേക സ്ത്രീകൾക്ക് ഈ വേദന കാണത്തില്ലായിരിക്കും. You know, going through C-sections and all, right? ആമേൻ സി സെഷനിലൂടെ But that's a different pain too. പക്ഷേ അത് വേറെ രീതിയിലുള്ള But വേദനയുണ്ട്. real pain, labor pain is real. പക്ഷേ യഥാർത്ഥ പ്രസവ വേദന ശരിക്കുമുള്ളതാണ്. Good that in this generation husbands also knows that. ആമേൻ ഈ ഒരു തലമുറയിൽ ഭർത്താക്കന്മാർക്കും ഇത് നന്നായി അറിയാം. Back in our generation we didn't know that. പണ്ട് ഞങ്ങളുടെ തലമുറയിൽ ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. But in this generation they know. ആമേൻ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് നന്നായി അറിയാം. Yeah, somebody is translating with real experience. It is severe. അത് ഭയാനകമാണ്. But think about this labor pain. Think about this labor pain. ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. This pain is real. ഇതൊരു യാഥാർത്ഥ്യമാണ്. It's suffering. ഇതൊരു കഷ്ടതയാണ്. But it ends up in a new life. ആമേൻ പക്ഷേ ഇതൊരു പുതിയ ജീവനോടുകൂടെ അത് അവസാനിക്കുന്നു. And Lord is comparing this. ദൈവം ഇത് താരതമ്യം ചെയ്യുകയാണ്. Every suffering that you're going ഇന്ന് through. നാം കടന്നു പോകുന്ന സകല Every വേദനയും pain that you're going കടന്നു through. പോകുന്ന സകല വേദനയും We are not minimizing it. അതിനെയൊന്നും നാം God താഴ്ത്തിക്കെട്ടുകയല്ല, is not minimizing it. കുറച്ചു കാണുകയല്ല. But എല്ലാ വേദനയും അവസാനിക്കുന്നത് എവിടാന്നറിയാമോ? But do you know where every pain will ഒരു conclude? വലിയ സന്തോഷത്തിൽ ഇത് Oh, അവസാനിക്കും. it will conclude with a greater joy. ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ സ്തുതിക്കാൻ When പറ്റുമോ? every believer would rejoice in വേദനയിൽ that. കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? Every believer going through the pain, can you just rejoice? നിന്റെ കണ്ണുനീർ വെറുതെ പോകുകയില്ല. Your tears will never go in vain. നിന്റെ താഴ്ച വെറുതെ പോകുകയില്ല. Your valleys will never go in vain. അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ വ്യാപരിക്കയില്ല. Amen. The powers of darkness ഈ will not വേദനയ്ക്ക് ഒരു overcome. അറുതിയുണ്ട്. There is a limitation to this ഈ pain. വേദനയ്ക്ക് ഒരു അറുതിയുണ്ട്. Oh, there is an end to the pain. ദൈവം ഇതിനൊരു അറുതി കൽപ്പിച്ചിട്ടുണ്ട്. God has kept a boundary to the പക്ഷേ ഈ pain. വേദന അവസാനിക്കുമ്പോൾ But when the pain ഒരു ends, പുതിയ ജീവിതമുണ്ട്. oh, there is a new life. ഒരു പുതിയ സന്തോഷമുണ്ട്. There is a new joy. അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ഒന്ന് ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? If you believe that with true sincerity, can you just worship Him? Amen. Thank you, Lord. Don't tell anybody that your pain is meaningless. ആമേൻ. ആരോടും പറയരുത് എന്റെ വേദന അതിന് ഒരു അർത്ഥവുമില്ലെന്ന്. Don't tell people pain is good. ആമേൻ. വേദന നല്ലതാണെന്നും ആരോടും പറയരുത്. No, it's not good. അതൊരിക്കലും നല്ലതല്ല. It's painful. അത് വേദന Let's തന്നെയാണ്. be real. നാം നമ്മുടെ വേദന യാഥാർത്ഥ്യമായി കാണുക. Christians do not live in mental denial. ആമേൻ. മാനസികമായ തിരസ്കരണത്തിൽ അല്ലെങ്കിൽ ഡിനയൽ അല്ല നാം ജീവിക്കുന്നത്. The faith of Christianity is based on evidence. ആമേൻ. ക്രിസ്തീയ വിശ്വാസം അത് തെളിവുകളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്. We are not a bunch of superstitious people. നാം ഏതോ അന്ധവിശ്വാസം വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനമല്ല. We know what we believe. നാം വിശ്വസിക്കുന്ന എന്താണെന്ന് നമുക്കറിയാം. We know whom we believe. ആരെ വിശ്വസിക്കുന്നു നമുക്കറിയാം. We know who holds our future. നമ്മുടെ ഭാവിയെ മുറുകെ പിടിച്ചിരിക്കുന്നവരെ Our നമുക്കറിയാം. faith has a foundation. നമ്മുടെ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. വെറും ചില കർമ്മങ്ങളല്ല. I mean, it is not by some karma. വെറും ചില അഗർബത്തി ബിസിനസ് അല്ല. It is not by some agarbatis. ഇത് വെറി കാൻഡിൽ ബിസിനസ് അല്ല. This is not a candle ഇത് business. റിയൽ സംഭവമാണ്. This is a reality. എന്റെ ദൈവം റിയൽ ആകുന്നു. Oh, my God is real. എന്റെ പെയിൻ റിയൽ My ആകുന്നു. pain is real. എന്റെ ദൈവവും റിയൽ Oh, ആകുന്നു. my God is also പക്ഷേ real. അവൻ എന്നെ നോക്കി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. But my Lord has looked unto me and said a reality. ഇതിനൊരു അവസാനമുണ്ട്. There is an end to my pain. പിന്നെ അതിന് പിന്നിൽ ഒരു പുതിയ പുലരി, ഒരു പുതിയ നന്മ, ഒരു പുതിയ ജീവിതമുണ്ട്. Amen. After the pain, there is a new life and new goodness, a blessing. Number 3, മൂന്നാമതായി the groaning believer. വിശ്വാസിയുടെ ഞരക്കം. Same chapter. അതേ അധ്യായത്തിൽ തന്നെ The next verse, verse 23. 23-ാമത്തെ വാക്യത്തിൽ. And I'm going to read the whole verse. You have paraphrased verse over there. Let's read first over there. We ourselves groan. So it's not just the cosmos. ആമേൻ. ഈ ലോകത്തിന്റെ കോസ്മോസ് മാത്രമല്ല. It's not just the world. ആമേൻ. ഈ ലോകം മാത്രമല്ല. It's not just the planet system. ആമേൻ. ഈ ഗ്രഹങ്ങൾ മാത്രമല്ല. It's not just the galaxy. ആമേൻ. കാണുന്ന ഗ്രഹങ്ങൾ മാത്രമല്ല. It's not just the trees. ആമേൻ. ഈ മരങ്ങൾ മാത്രമല്ല. It's not just the animals. ആമേൻ. മൃഗങ്ങൾ മാത്രമല്ല. It's not just Africans. ആമേൻ. ആഫ്രിക്കയിലുള്ളവർ It's not മാത്രമല്ല. just Americans. അമേരിക്കയിലുള്ളവർ It's not മാത്രമല്ല. just Pakistanis. പാകിസ്ഥാനിലുള്ളവർ It's മാത്രമല്ല. not just Indians. ഇന്ത്യക്കാർ മാത്രമല്ല. We all. നാം എല്ലാവരും. Come on, we all. നാം എല്ലാവരും. Pastor groans. ആമേൻ. ദൈവദാസന് ഞരക്കമുണ്ട്. Elders groans. മൂപ്പന്മാർക്ക് ഞരക്കമുണ്ട്. Believers groans. വിശ്വാസികൾക്ക് ഞരക്കമുണ്ട്. Nobody is safe from this. ആമേൻ. ഈ ഞരക്കത്തിൽ നിന്ന് ആരും രക്ഷപ്പെടാൻ പറ്റത്തില്ല.
Let me read the whole verse. And not only the creation, but we ourselves, who have the first fruits of the Spirit, groans inwardly, and we wait eagerly for the adoption as a son, the redemption of our body. For in this hope we were saved. Now, hope that is seen is not hope. For who hopes for what he sees? But if we hope for what we do not see, we wait for it with patience. മലയാളത്തിൽ വായിക്കാമെന്ന്. ആത്മാവെന്ന ആദിദാനം ലഭിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. Yeah. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? Yes. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. Now, this is one issue with most of our charismatic churches. ആമേൻ. നമ്മുടെ ഈ കരിസ്മാറ്റിക് സഭകളിലുള്ള ഒരു പ്രശ്നമാണിത്. Listen this very carefully. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. Come on, listen this very carefully. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. Charismatic Pentecostal churches, we have one issue. ആമേൻ. ഈ കരിസ്മാറ്റിക് പെന്തക്കോസ്ത് സഭകളിൽ ഈ പ്രശ്നമുണ്ട്. There are people who are so wise. ആമേൻ. നല്ല ബുദ്ധിയുള്ളവരുണ്ട്. They will always come to you when you are suffering. നമ്മുടെ കഷ്ടതയിൽ അവരും Brother, if you have Holy Spirit, then this should not happen to you. ആമേൻ. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. Have you heard that? ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Utter foolishness. ആമേൻ. ഇത് ഏറ്റവും വലിയ മടയത്വമാണ്. This Bible doesn't talk about it. നാം വിശ്വസിക്കുന്ന ഈ വചനം ഇത് പറയുന്നില്ല. Some superstitious believer, ആമേൻ. ഏതോ അന്ധവിശ്വാസമുള്ള വിശ്വാസി, whether you have Holy Spirit or not, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും suffering is real. കഷ്ടത യാഥാർത്ഥ്യമാണ്. Okay? ആമേൻ. When somebody comes and talks to you, ആമേൻ, ആരെങ്കിലും വന്ന് നിങ്ങളോട് പറയുകയാണ്, brother, Holy Spirit ഉണ്ടെങ്കിൽ അങ്ങനെ സ്ട്രഗിൾ ഒന്നും ചെയ്യത്തില്ല. brother, if you have Holy Spirit you would not struggle like this. Absolutely foolishness. അത് ഏറ്റവും വലിയ തെറ്റാണ്. അപ്പഴേ റൈറ്റ് ഓഫ് ചെയ്തോണം. You should write him off that time. അതിന് ചെവി കൊടുക്കല്ലേ. Do not give ear for that. നിങ്ങളെ റെസ്റ്റ്ലെസ് ആക്കി വിടാനാ. It will make you restless. Bible is very clear. The വചനം വ്യക്തമായി You പറയുന്നു, will suffer. നിങ്ങൾക്ക് കഷ്ടതയുണ്ട്. Suffering is real. കഷ്ടത ഈ യാഥാർത്ഥ്യമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. In this world you will have suffering, but take courage, for I am with you. See, believers, when you go through suffering, വിശ്വാസികളെ, നിങ്ങൾ ഈ കഷ്ടതയിൽ കൂടി കടന്നു it പോകുമ്പോൾ is not because you don't have faith. അത് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. It's not because you are weak in faith. നിങ്ങളുടെ വിശ്വാസത്തിൽ ബലഹീനതായതുകൊണ്ടല്ല. It's not because you are spiritually immature. നിങ്ങൾ വിശ്വാസത്തിൽ വളർച്ചയില്ലാത്തതുകൊണ്ടുമല്ല. It's also not because God is judging you. ദൈവം നിങ്ങളെ വിധിക്കുന്നത് കൊണ്ടുമല്ല. Why we groan? എന്തുകൊണ്ടാണ് നാം ഞരങ്ങുന്നത്? It is the part of that cosmic fall. ആമേൻ. ആ ആദിമ വീഴ്ചയുടെ പരിണത ഫലമാണിതെല്ലാം. Because of that first sin, ആമേൻ. ആദ്യത്തെ ആ പാപമുഖാന്തരം the whole cosmos got affected. ആമേൻ. മുഴുവൻ സൃഷ്ടിയും അതിൽ ബാധിക്കപ്പെട്ടു. We also got affected. നാം ഓരോരുത്തരും അതിൽ But ബാധിക്കപ്പെട്ടു. now there is a difference. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യസ്തതയുണ്ട്. Earlier when pain hits us, മുമ്പ് വേദന നമുക്ക് നേരെ വരുമ്പോൾ there was no hope. ഒരു പ്രത്യാശയുമില്ലായിരുന്നു. But today when pain hits us, പക്ഷേ ഇന്ന് വേദന വരുമ്പോൾ we bounce back. നാം തിരിച്ച് We പ്രതിഫലിക്കും. fight back. നാം തിരിച്ച് പ്രതിരോധിക്കും. We fight back. നാം തിരിച്ച് പോരാടും. Because we know who holds our future. കാരണം നമ്മുടെ ഭാവിയെ Can പിടിച്ചിരിക്കുന്നവരാണ് somebody നമുക്കറിയാം. praise God for that? എത്ര പേർക്ക് ആ ദൈവത്തെ Hallelujah. സന്തോഷിക്കുവാൻ കഴിയും? You may be a pastor. നിങ്ങൾ ഒരു പാസ്റ്റർ ആയിരിക്കാം. You may go through pain. നിങ്ങൾ വേദനയിൽ കൂടി കടന്നു പോകും. We all go through pain. നാം ഓരോരുത്തരും ഈ വേദനയിൽ കടന്നു I പോകും. told you last week. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, I can tell my story. എനിക്ക് എന്റെ കഥ പറയുവാൻ കഴിയും. I have gone through pain. ഞാൻ വേദനയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. Still I go through some pain. പക്ഷേ ഇന്നും ഞാൻ വേദനയിൽ കൂടി കടന്നു You പോകുന്നു. see a smiling face. നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുന്ന ഒരു മുഖമായിരിക്കും You കാണുന്നത്. see, good dressed, well dressed pastor coming up. ആമേൻ. നന്നായി വസ്ത്രം ധരിച്ച ഒരു പാസ്റ്റർ കയറി വരുന്നതായിരിക്കും That കാണുന്നത്. doesn't mean that the pains are not real. പക്ഷേ അതിന്റെ അർത്ഥം ഈ വേദന ഇല്ലെന്നോ വേദന Pain, യാഥാർത്ഥ്യമല്ലെന്നോ അല്ല. we all go through pain. നാം ഓരോരുത്തരും വേദനയിൽ കൂടി But we കടന്നു പോകും. bounce back. പക്ഷേ നാം തിരിച്ചു വരും. We bounce back. നാം തിരിച്ചു വരും. We go through pain നാം വേദനയിൽ കൂടി കടന്നു പോകും. with a clear notion that we will bounce back. ആമേൻ. അതിനൊരു വ്യക്തമായ ബോധ്യമുണ്ട്, നാം ഇതിൽ നിന്നും മടങ്ങി വരും. So
And also we have a hope. നമുക്കൊരു പ്രത്യാശയുമുണ്ട്. And this hope has saved us. ആമേൻ. ഈ പ്രത്യാശ നമ്മളെ രക്ഷിക്കപ്പെടുവാനിടയാക്കി. Hope which we don't see now. ഇന്ന് നാം കാണാത്ത ഒരു പ്രത്യാശയാണ്. But a hope in future. പക്ഷേ ഭാവിയിലുള്ള ഒരു പ്രത്യാശയുണ്ട്. Oh, we all have a hope in Christ. ആമേൻ. ക്രിസ്തുവിൽ Our നമുക്കെല്ലാവർക്കും hope is in Christ. നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിലാണ്. അങ്ങനെ പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ If you പറ്റുമോ? have that same hope in Christ, can you എല്ലാ just lift up പ്രത്യാശയുള്ള your hands? ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ And പറ്റുമോ? can you just praise God? We have hope in Christ. ക്രിസ്തുവിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. And that gets to the fourth and the most important point. നാലാമത്തെയും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വസ്തുത ഞാൻ പറയട്ടെ. See, the math of glory, ആമേൻ. ഒന്നാമതായി തേജസ്സിന്റെ ഒരു കണക്കുണ്ട്. the groaning creation, സൃഷ്ടിയുടെ ഒരു ഞരക്കമുണ്ട്. then the groaning believer. അടുത്തതായി വിശ്വാസിയുടെ ഒരു ഞരക്കമുണ്ട്. Can I tell you something? മറ്റൊരു കാര്യം കൂടി പറയട്ടെ. The fourth one, ആമേൻ. നാലാമത്തെ ഒരു കാര്യം, I will say groaning spirit. ആമേൻ, ഞരങ്ങുന്ന ഒരു ആത്മാവ്. We have a groaning spirit. ഞരങ്ങുന്ന ഒരു ആത്മാവുണ്ട്. Interceding spirit. ആമേൻ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന The ഒരു same ആത്മാവുണ്ട്. chapter, next verse. അതേ അധ്യായത്തിൽ അടുത്ത വാക്യം. Let's read louder. ഉച്ചത്തിൽ നമുക്കൊന്ന് വായിക്കാമോ? The Spirit Himself intercedes for us with groaning too deep for words. മലയാളത്തിൽ വായിക്കാതെ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. Oh, amen. 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 Hallelujah. You know, I really want to do something here. Pastor Danny, can I hold this, brothers? Okay. It's so heavy. Just think that it's very heavy. ആമേൻ. നല്ല ഭാരമുണ്ട്. Heavy. നല്ല ഭാരം. So I cannot lift this. ആമേൻ. എനിക്കത് എടുക്കാൻ കഴിയില്ല. So somebody is coming from the other end. Yeah, other end. Yeah. Now it's very light. ഇപ്പോൾ ഇതിന് അല്പം ഭാരം കുറഞ്ഞിട്ടുണ്ട്. Until now I was groaning. ആമേൻ. ഈ നിമിഷം വരെ ഞാൻ ഇത് ഭാരത്തോടെയായിരുന്നു. I was groaning. ആമേൻ. ഞാൻ I was ഞരങ്ങുകയായിരുന്നു. trying to take it. ആമേൻ. ഇത് എടുക്കുവാൻ തന്നെ എനിക്ക് It's ഭാരമാണ്. hard. ഇത് വളരെ It's ബുദ്ധിമുട്ടുള്ളതാണ്. very hard. വളരെ ഭാരമേറിയതാണ്. And how long can I do? എത്ര നാൾ എനിക്ക് ചെയ്യുവാൻ കഴിയും? A cup of tea being held for more than 2 minutes will cause pain into my arms. ആമേൻ. ഒരു കയ്യിൽ ചായ ഒരു മിനിറ്റ് തുടർമാനമായി പിടിച്ചോണ്ടിരുന്നാൽ നമ്മുടെ കൈ വേദനിക്കും. And I want to keep that cup somewhere on the table. ആമേൻ. എവിടെങ്കിലും ആ കപ്പ് ഒന്ന് വെക്കുവാൻ നാം You're ആഗ്രഹിക്കും. talking about life struggle. അപ്പോഴാണ് ജീവിതത്തിന്റെ ഭാരത്തെ കുറിച്ച് പറയുന്നത്. I struggle with one. ആമേൻ. ഒന്നിനെ കൊണ്ട് എനിക്ക് ഭാരമായി. Then it's burdened with another one. ആമേൻ. അപ്പോഴാണ് അടുത്തത് വരുന്നത്. And then another one. അപ്പോൾ അതിന്റെ അടുത്തത് വരും. And I am groaning. ആമേൻ. ഞാൻ And the ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. whole cosmos is ഈ groaning. മുഴുവൻ കോസ്മോസും എന്നോടൊപ്പം Can I ഞരങ്ങുകയാണ്. tell all the believers? ഇവിടെ ഇരിക്കുന്ന ഓരോ It വിശ്വാസികളും is that time the Holy Spirit ആ comes. സമയത്താണ് പരിശുദ്ധാത്മാവ് When വരുന്നത്. I don't have the words. എനിക്ക് വാക്കുകളില്ലാത്തപ്പോൾ, When I don't have the words to pray. പ്രാർത്ഥിക്കുവാൻ I വാക്കുകളില്ലാത്തപ്പോൾ, don't have the words to pray. എനിക്ക് പ്രാർത്ഥിക്കുവാൻ Only വാക്കുകളില്ലാത്തപ്പോൾ, tears, only tears. കണ്ണുനീര് Left മാത്രമുള്ളപ്പോൾ, with some diagnosis. ചില ഡയഗ്നോസിസ് മാത്രമേ Left ഉള്ളൂ, with some pains. ചില വേദന മാത്രമേ Left ഉള്ളൂ, with bankruptcy. ആമേൻ, ശൂന്യത മാത്രമുള്ളപ്പോൾ, Left with pain in my body. എന്റെ ശരീരത്തിൽ വേദനയുള്ളപ്പോൾ, Then walks the Holy Ghost. ആ സമയത്ത് പരിശുദ്ധാത്മാവ് He takes the pain up. ആമേൻ, ആ വേദന എന്നോടൊപ്പം Where ചുമക്കും. I cannot pray, എനിക്ക് പ്രാർത്ഥിക്കാൻ the പറ്റാത്തപ്പോൾ Holy Spirit prays. പരിശുദ്ധാത്മാവ് What പ്രാർത്ഥിക്കും. I cannot speak, എനിക്ക് സംസാരിക്കാൻ the പറ്റാത്തപ്പോൾ Holy Spirit speaks. പരിശുദ്ധാത്മാവ് Where സംസാരിക്കും. I cannot interpret, എനിക്ക് തർജ്ജമ ചെയ്യാൻ the പറ്റാത്തപ്പോൾ Holy Spirit interprets. പരിശുദ്ധാത്മാവ് തർജ്ജമ ചെയ്യും. Father is waiting there. ആമേൻ, അവിടെ കാത്തിരിക്കുകയാണ്. He is not waiting for my words. എന്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കുകയല്ല. Father listens, Holy Ghost. പിതാവ് പരിശുദ്ധാത്മാവിന്റെ വാക്ക് And Father കേൾക്കും. understand the groaning of the Holy Ghost. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ Somebody needs to praise God. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ Somebody needs to കഴിയും? praise God. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? Some of your pains are lifted up right now. ആമേൻ, നിങ്ങളുടെ ചില ഭാരങ്ങൾ Some of your പരിശുദ്ധാത്മാവ് burdens are ഏറ്റെടുക്കുകയാണ്. lifted up right നിങ്ങളുടെ now. ഭാരങ്ങൾ ഇപ്പോൾ Come on, എടുക്കുകയാണ്. don't give your burden to anybody else. മറ്റാർക്കും പിടിക്കുവാൻ കൊടുക്കരുത്. Counselor cannot take your burden. കൗൺസിലർ നിങ്ങളുടെ ഭാരം എടുക്കുവാൻ കഴിയില്ല. Psychiatrist cannot take your burden. സൈക്കാട്രിസ്റ്റിന് അത് എടുക്കുവാൻ കഴിയില്ല. Doctors cannot take your burden. ഡോക്ടറിന് അത് എടുക്കുവാൻ But കഴിയില്ല. there is a good Holy Ghost. പക്ഷേ ഒരു നല്ല പരിശുദ്ധാത്മാവുണ്ട്. That Holy Spirit is right now here. ആ പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. Can somebody praise God? എത്ര പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കുവാൻ Can കഴിയും? somebody praise God? എത്ര പേർക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? We serve a living God. നാം ഒരു ജീവനുള്ള ദൈവത്തെ We serve a സേവിക്കുന്നു. living God. ജീവനുള്ള Can ദൈവത്തെ somebody give a big hand to Lord and worship the name of the Lord? Up there in
balcony, can we worship the name of the Lord? മേളിലുള്ളവരും ദൈവത്തെ Can we സ്തുതിച്ചാട്ടെ. worship the name of the Lord? ഒരുമിച്ച് ദൈവത്തെ Come on, സ്തുതിച്ചാട്ടെ. everybody, can we lift the name of the Lord? ഒരുമിച്ച് ആ ദൈവത്തിന്റെ നാമത്തെ As ഉയർത്താമോ? we worship, നാം ആരാധിക്കുമ്പോൾ Holy Spirit is coming up. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയാണ്. Your words are stuck. നമ്മുടെ വാക്കുകൾ അത് We don't know തടസ്സപ്പെട്ടിരിക്കുകയാണ്. how to pray. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. Right then the Holy Spirit comes ആ in. സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് കയറി വരും. Hallelujah. ആമേൻ. Your grief can steal your words. ആമേൻ. നമ്മുടെ പ്രയാസത്തിന് നമ്മുടെ വാക്കുകളെ എടുത്തു മാറ്റുവാൻ കഴിയും. Your trauma can scramble your thoughts. ആമേൻ. നമ്മുടെ ട്രോമ നമ്മുടെ ചിന്തകളെ പോലും മാറ്റുവാൻ കഴിയും. Your deep depression will even think 100 times to say, I need help. ആമേൻ. നിങ്ങളുടെ ഡിപ്രഷൻ 100 വട്ടം പറയും എനിക്കൊരു സഹായം ആവശ്യമാണെന്ന്. But Paul says, പക്ഷെ അവിടെ പൗലോസ് പറയുകയാണ്, that moment ആ നിമിഷത്തിൽ when it is difficult for you, അത് നിങ്ങൾക്ക് പ്രയാസമാകുമ്പോൾ, when it is too hard for അത് you, നിങ്ങൾക്ക് ഒരുപാട് and ബുദ്ധിമുട്ടാകുമ്പോൾ, nobody understands, ആരും തിരിച്ചറിയാതിരിക്കുമ്പോൾ, the Spirit of the Lord comes in. ആമേൻ, ദൈവത്തിന്റെ Can പരിശുദ്ധാത്മാവ് ഇറങ്ങി somebody വരികയാണ്. praise God? അത് ഓർത്ത് ദൈവത്തെ എത്ര പേർക്ക് Can സ്തുതിക്കുവാൻ somebody കഴിയും? praise God? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ Can കഴിയും? somebody praise God? ദൈവത്തെ ഒന്ന് അത്യുച്ചത്തിൽ സ്തുതിക്കാൻ കഴിയുമോ? Now a danger. ആമേൻ. ഇവിടെ ഒരു ഡേഞ്ചർ ഉണ്ട്. And listen this very carefully. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. Cause in the midst of math of glory, suffering, ആമേൻ. കഷ്ടതയുടെ കണക്കുകൂട്ടലിൽ, in the midst of creation groaning, ആമേൻ, സൃഷ്ടി ഞരങ്ങുമ്പോൾ, in the midst of you groaning, നാം ഓരോരുത്തരും ഞരങ്ങുന്നതിന്റെ മധ്യേ what is Bible instructing? എന്താണ് വചനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്? Where to go? എവിടേക്ക് പോകുവാനാണ്? Who is going to help you? ആരാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നത്? Huh? Holy Spirit. പരിശുദ്ധാത്മാവ്. This is where the duplicate spirit works. ഇവിടാണ് ഡ്യൂപ്ലിക്കേറ്റഡ് ഉള്ള ആത്മാവും പ്രവർത്തിക്കുന്നത്. The evil spirit works here. അശുദ്ധാത്മാവും ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. Two spirits works together. രണ്ട് ആത്മാക്കൾ ഒരുമിച്ച് പ്രവർത്തിക്കും. One is Holy Spirit, ഒന്ന് പരിശുദ്ധാത്മാവും, who would like to take your burden. ആമേൻ, നമ്മുടെ ഭാരം ചുമക്കുവാൻ But ആഗ്രഹമുള്ള there is പരിശുദ്ധാത്മാവ്. another evil spirit. മറുവശത്ത് ഒരു ദുരാത്മാവുണ്ട്. Every believer should understand, എല്ലാ വിശ്വാസികളും തിരിച്ചറിയണം, when you are vulnerable, എവിടാണോ നിങ്ങൾ ബലഹീനനാവുന്നത്, where you are sick, എവിടാണോ നിങ്ങൾ രോഗത്തിലാവുന്നത്, where you lose your money, എവിടാണ് നിങ്ങളുടെ അധ്വാനം നഷ്ടപ്പെടുന്നത്, when your family life is in crisis. നിങ്ങളുടെ കുടുംബജീവിതം തന്നെ ക്രൈസിസ് ആകുമ്പോൾ, Listen for 3 patterns. ആമേൻ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 3 patterns of enemy. ആമേൻ, ശത്രുവിന്റെ ഈ 3 രീതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. Pattern number 1, ഒന്നാമത്തെ രീതി Balaam's pattern. അത് ബാലാമിന്റെ ഒരു രീതിയാണ്. Balaam's pattern. അത് ബാലാമിന്റെ ഒരു പാറ്റേൺ ആണ്. When you are vulnerable, you actually are confused. You cannot take a decision. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. The Balaam will come. ബാലാം വരും. Balaam's spirit is, their eyes are on your pocket. ആമേൻ, അവരുടെ ദൃഷ്ടി അല്ലെങ്കിൽ കണ്ണുകൾ എപ്പോഴും നമ്മുടെ പോക്കറ്റിലേക്കായിരിക്കും. On your wallet and purse. ആമേൻ, നിങ്ങളുടെ വാലറ്റ് നിങ്ങളുടെ പേഴ്സിലേക്കായിരിക്കും. They don't love you. അവർ നമ്മളെ യഥാർത്ഥമായി സ്നേഹിക്കില്ല. They just want that money to jump from your pocket to this pocket. അവരുടെ യഥാർത്ഥമായ ആഗ്രഹം നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ അവരുടെ പോക്കറ്റിൽ വരണം. You will see lot of Balaams coming to you. ആമേൻ, ഒരുപാട് ബാലാം നിങ്ങളുടെ അടുത്തേക്ക് വരും. നമുക്ക് ശരിയാക്കാം ഇത്. We can fix it. നമുക്കിത് ശരിയാക്കാം. We can fix it. അത് നമുക്കൊരു 7 ഒരുമിച്ചിരിക്കാം. Amen. We can sit together for 7. ഒരുമിച്ച് 7 ഇരിക്കാം. We can sit for 7. പിന്നെ ബ്രദർ ചെലവൊക്കെ ഉണ്ട് കേട്ടോ. Dear brother, it's a little bit expensive. നമ്മളെല്ലാം തിരിച്ചു പിടിക്കും. But we will capture it back. നമ്മളെല്ലാം തിരിച്ചു പിടിക്കും. We would capture it back. Friends, പ്രിയ മക്കളെ, as soon as you hear this, ഇത് കേൾക്കുമ്പോൾ തന്നെ cut him off. ആമേൻ, അത് മാറ്റിക്കളയുക. It is my duty to tell as a shepherd. ഒരു ഇടയൻ എന്ന നിലയിൽ എൻ്റെ ഒരു കർത്തവ്യമാണിത്. I want to guard you. ആമേൻ, നിങ്ങളെ ഒന്ന് സംരക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏറ്റവും വൾണറബിൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പണം തട്ടിയെടുക്കുവാൻ ആത്മീക വേഷം ധരിച്ചു വരുന്ന ഇഷ്ടം പോലെ ബാലാമുകൾ കാണും. Amen. When you are in your most vulnerable moment, in order to snatch your money out, there will be many Balams that would come and wear spiritual clothing. ഇതിൽ തന്നെ ഒരു മെസ്സേജ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. There's another സമയം എടുക്കും. ഞാൻ നല്ലൊരു മെസ്സേജ് ഇതിനെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. There's another special message that's coming. ഇങ്ങനെ എനിക്ക് സമയം കിട്ടിയില്ല. ആ കറക്റ്റ് സമയത്ത് അത് പറയുന്നതായിരിക്കും. I mean, the right moment I will share on that. Second pattern. രണ്ടാമത്തെ രീതി അബ്സാലോം പാറ്റേൺ. അത് അബ്ശലോമിന്റെ രീതിയാണ്. ഹലോ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു എല്ലാവരും. Please pay ഇത് close കേട്ടിട്ടേ attention. പോകാം.
You should listen this very carefully. What is Absalom pattern? Amen. എന്താണ് ഇത് അബ്ശാലോം മോനെ രീതി? ഔട്ട് ഓഫ് സിലബസ് ഇതിനകത്ത് ഇല്ലാത്ത സാധനം. This is something that is out of ആ syllabus. പുള്ളിക്കാർത്തി ചിന്തിക്കുക എങ്ങനെ ഇത് ഇവിടാന്ന്. ഇറ്റ്സ് ഔട്ട് ഓഫ് സിലബസ് ഇത് ഇപ്പൊ ഓർമ്മ വന്നപ്പോ പറയുക അബ്സാലോം പാറ്റേൺ. Amen. The second is Absalom pattern. ഈ അബ്സാലോം ആൻഡ് ഡേവിഡ് they are close friends. Amen. Absalom. You know, right? Do you know that? Amen. Okay, Absalom and David they are close friends. Let me go fast. Amen. വേഗത്തിൽ പോകട്ടെ. അബ്ശാലോം ദാവീദും നല്ല രീതിയിലാണ്. But he has a jealous. പക്ഷേ Absalom is very jealous about David. അമേൻ ദാവീദിനെ കുറിച്ച് അബ്ശാലോമിന് ഒരു അസൂയയുണ്ട്. ഭയങ്കര jealous-ആ. Amen. It's good jealous. And publicly പുള്ളിക്ക് അത് പറയാൻ പറ്റില്ല. But he won't tell it publicly. Publicly പുള്ളിന്റെ jealous അങ്ങോട്ട് പറയാൻ പറ്റില്ല. I mean, in public he won't express that jealousy. അപ്പോൾ ഈ പുള്ളി എന്താ ചെയ്തതെന്ന് അറിയാം. But what he did? പുള്ളി പട്ടണത്തിന് ഏറ്റവും വെളുപ്പിന് നിങ്ങൾ പോയി ബൈബിളിന്റെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഇരിക്കുന്നതനുസരിച്ച് ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എവിടെ ബൈബിളിൽ സെക്കൻഡ് സാമുവേൽ പോയി വായിച്ചാൽ മതി. Just read, go home and read 2 Samuel. It's there in the Bible. ഈ പുള്ളി അതിരാവിലെ എണ്ണീറ്റിട്ട് He would wake up early in the morning. പട്ടണത്തിന്റെ വാതിൽ പോയി He will go and stand in the gate of the city. ഓരോരുത്തർ വരുന്ന He would watch people coming into the city. വാതിൽക്കലേ നിൽക്കത്തുള്ളൂ. He would just stand only in the gates. പട്ടണത്തിൽ പരിപാടി നടക്കാത്തത് കൊണ്ട് വാതിൽ നിൽക്കും. His work will not happen inside the city, so he'll stand at the gate. നോക്കിക്കൊണ്ടിരിക്കും ആരൊക്കെ വരുന്നു. He would watch who all are coming. സ്പെഷ്യലി നോക്കുന്നറിയാം ഇച്ചിരി മോഹം വാടി വരുന്നവരെയാണ്. And he will look at people who are coming with weary face. പട്ടണത്തോടും ദാവീദിനോടും അല്പം വാട്ടമുള്ളവനെ അബ്ശാലോം കടിയാൻ പിടിക്കും. Absalom will go and get hold of people who don't like David and who are a little bit worried about the city. പബ്ലിക്കിൽ പറയാനും പറ്റത്തില്ല ഡേവിഡിനെ കുറിച്ച്. But in public he cannot say anything against David. ഡേവിഡിനെ കാണുമ്പോൾ അച്ഛാ മച്ചാന്ന് പറഞ്ഞു നടക്കും. But when he see David, he is full on. ഭയങ്കര സംഭവമാണ്. He shows his friendship. എന്താ പറ്റി? What happened? ഞാൻ ഈ പറയുന്ന ബൈബിളിനകത്ത് എഴുതിയ വാക്കാ പറയുന്നത്. I'm saying the words that is written in the Bible. എന്തോ പറ്റി സഹോദര? Dear brother, what happened? ഭയങ്കര സ്പിരിച്വൽ കെയർ. I mean, he's giving a lot of spiritual care. എന്തുകൊണ്ട്? What happened? എന്തോ പറ്റി മോഹം വാടിയിരിക്കുന്നു? Why your face is so weary? ഞാൻ ഭയങ്കര പ്രയാസമാണ്. I'm going through a lot of pain. ഒത്തിരി പ്രയാസം. A lot of pain. ഞാൻ ഒത്തിരി പ്രയാസം. A lot of pain. ആണോ? Oh, really? നിന്റെ പെയിൻ ഭയങ്കര റിയൽ ആണ്. Your pain is real. ദാവീദിനോട് വല്ലതും പറഞ്ഞു? Did you say it to David? ഇത്രേ ചോദിക്കത്തുള്ളൂ. He will only ask that one question. ഈ സ്പിരിറ്റിനെ ശ്രദ്ധിച്ചോണം. We should be watchful of that kind of spirit. കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. I mean, when they see you, they will show you a lot of love. ദാവീദിനോട് പറഞ്ഞു? I mean, did you say it to David? പിന്നെ എങ്ങനെയുണ്ട് പുള്ളി ഗമനിച്ചോ? I mean, did David give a regard for it? നിങ്ങളുടെ കുടുംബത്തിനെതിരായി, I mean, against your family. നിങ്ങളുടെ ഭർത്താവും ഭാര്യയും പോലും ചിന്തിക്കുന്ന ഒരു കാര്യം. I mean, your husband and wife will be thinking about it. ഇതുപോലത്തെ അബ്സാലോമാൽ ഇഷ്ടം പോലെ കിട്ടും. There are many such Absaloms around. അവർ നിങ്ങൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് അകറ്റുവാനുള്ള കാര്യങ്ങൾ. They will try to separate you from people that you love. നിങ്ങളുടെ നന്മയെ കളയാൻ, I mean, in order to lose your blessing. അബ്സാലോമിന്റെ വേഷത്തിൽ വരുന്ന ദുരാത്മാവിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. There are many evil spirits that will come and clothed in Absalom. അവർ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും. They might say like this. Pastor is good, but Pastor നല്ലയാണ്. എപ്പോഴും ഒരു ബട്ട് ഉണ്ട്. എങ്കിലും is there. പിന്നെ church is good. സഭ ചർച്ചൊക്കെ നല്ല കേട്ടോ. Church is very good. എന്നാലേ Yet. ഈ എന്നാലാ പ്രശ്നം. I mean, that yet ഈ or that എന്നാൽ but. എവിടൊക്കെ കേൾക്കുന്നുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇവന്റെ അകത്ത് സ്പിരിറ്റ് ഏതാ? I mean, wherever you hear that yet or but, then ഏത് you need spirit ആ ഇത്? to realize what spirit that have. Church understand this. I mean, സഭ ഇത് തിരിച്ചറിയണം. പിന്നെ തേർഡ് ഒരു സ്പിരിറ്റ് ഉണ്ട്. There is a third pattern. അത് തിയാത്തിര ചർച്ചിലും ഉണ്ടായിരുന്നു. I mean, that was there in the church of പറയാം Thyatira. ഏത് സ്പിരിറ്റ് ആണ്? തിയാത്തിര ചർച്ചിലുള്ള സ്പിരിറ്റ് ഏതായിരുന്നു? What was the spirit in ഒരു Thyatira? ജെസബേൽ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. There was a spirit of Jezebel. കേട്ടുണ്ടോ? ഈ ജെസബേൽ സ്പിരിറ്റ് ഭയങ്കര സംഭവം. I mean, this is a greater spirit. The Revelation says she calls herself prophetess. I mean, പറയുന്നത് തന്നെ ഒരു ഈ പ്രവാചികയെന്ന്. ജെസബേൽ സ്പിരിറ്റ് നിങ്ങൾ ചിന്തിക്കില്ല ഈ പെണ്ണുങ്ങളുടെ സ്പിരിറ്റ് ആണ്. I mean, do not think that this is അങ്ങനെ spirit of ladies. പെണ്ണുങ്ങളുടെ സ്പിരിറ്റ് ഒന്നും അല്ല. This is not a spirit for ladies. പെണ്ണുങ്ങളുടെ ഇടയിൽ ഇത് നന്നായി വർക്ക് ചെയ്യും, അത് വേറെ കാര്യം. It works well within the ladies. അത് ഉണ്ടാക്കാൻ അത് ഫിറ്റ് ആകുന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ It fits within the community of ladies. ഇഷ്ടം പോലെ ആണുങ്ങളെ ഞാൻ തരാം. But I can give you many men who does. ഞാൻ എത്ര വർഷമായിട്ട് 30 വർഷമായിട്ട് ഈ കണ്ടോണ്ടിരിക്കുവല്ലോ. I mean, I'm seeing this for 30 years. ആണുങ്ങളുടെ അകത്ത് ഈ സ്പിരിറ്റ് കയറിയ ഭയങ്കര I mean, if the spirit enters into men, it is ഇത് great. പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നത്. But it works perfectly in the ladies. ഈ സ്പിരിറ്റ് എന്താന്ന് ചോദിച്ചാൽ, Do you know what this spirit says?
എന്തോ പറ്റി ആബേ വിഷമിച്ചിരിക്കുന്നേ? Why are you very much worried? ഒരു നാബോത്തിന്റെ ഒരു ചെറിയ ബഗീച്ചായോ, I mean, a small garden of Naboth. ഇവിടെ I got it. Give it. ഞാൻ got it. ഞാൻ ശരിയാക്കി തരാം. ഈ പുള്ളിക്കാരത്തിന്റെ കയ്യില് പ്രവാചകന്മാർ ഇഷ്ടം പോലെ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. She has enough contacts of all the prophets. എവിടുത്തെ വേണം? Which one do you need? കൊച്ചി വേണോ? You want the prophet from Kochi? കോട്ടയം വേണോ? Or from Kottayam? കൊട്ടാരക്കര വേണോ? Or from Kottarakara? തിരുവല്ല വേണോ? From Tiruvalla? ആ ബേത്തൽ എവിടെ? പുനലൂർ വേണോ? From Punlur? എവിടെ നിന്നും കിട്ടും. You want it from anywhere I can get it to you. ഒരുമിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുത്തനെ ആ കാണുന്ന പോയി. I mean, these people are sitting worried together. വിഷമിച്ചിരിക്കുന്നവരെ കാണത്തുള്ളൂ ഈ ജസബേലു. I mean, Jezebel only sees people who are worried. പാടിയിരിക്കുന്നത് എന്തിനാ? Why are you worried? ഞാൻ got it. I got it. ഞാൻ ശരിയാക്കി തരാം. ഇവിടുത്തെ പ്രവാചകന്മാർക്ക് ഇതിൽ എന്താ? I mean, if prophets over here. ഇവിടുത്തെ പ്രവാചകൻ അത് വലിയ പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താ? I mean, if prophets don't have any work over നമുക്ക് here. പ്രവാചകന്മാരുണ്ടല്ലോ. We have our own prophets. പിന്നെ ഏത് വേണം? Which type you need? പിന്നെ അവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം ശരിയാക്കും. I mean, you call them and they would set everything right. Let me tell you this. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. നമ്മുടെ vulnerable situationല്, in our most vulnerable situation, നമുക്ക് ജെസബേലിയൻ ആൻസർ അല്ല വേണ്ടത്. we don't require an answer from Jezebel. നമുക്ക് അബ്സാലോമിന്റെ ആൻസർ അല്ല We don't വേണ്ടത്. require an answer from നമുക്ക് Absalom. ബാലാമുകൾ അല്ല വേണ്ടത്. We don't require any നമുക്ക് balance. ഡിയോട്രിഫസ് അല്ല We വേണ്ടത്. don't need any Diotrephes. നമുക്ക് ഹ്യൂമനിയൂസ് അല്ല We വേണ്ടത്. don't need any Hymenaeus. നമുക്ക് വേണ്ടിയ പരിശുദ്ധാത്മാവ്. We need the Holy Spirit. പരിശുദ്ധാത്മാവായി വേണ്ടിയത്. We need the Holy Spirit. ഒരു കൗൺസിലറും വർക്ക് ചെയ്യത്തില്ല ഇവിടെ. I mean, here no counselor will work. യെസ്, കൗൺസിലർ കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. Oh, they might help us a little ഒരു bit. സൈക്കാട്രിസ്റ്റ് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. But no psychiatrist can help. പക്ഷേ ഒരു സ്വർഗ്ഗമുണ്ട് നമുക്ക് But വേണ്ടി. we have a heaven. നീ ഞെരങ്ങുമ്പോൾ കരയുമ്പോൾ When you groan, when you cry, നിന്നോടൊപ്പം ഇറങ്ങി നിൽക്കുന്ന ഒരു there പരിശുദ്ധാത്മാവുണ്ട്. is a Holy Spirit that steps down for ഈ you. മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ. Let me declare one ഈ thing. ജസബേൽ സ്പിരിറ്റ് വരുമ്പോൾ When this Jezebel spirit അപ്പോൾ comes, അവനെ ഇരുത്തേണ്ടിയത്ത് ഇരുത്തിക്കണം. I mean, you need to place him where he needs to അബ്സാലോം sit. വരുമ്പോൾ When Absalom comes, കട്ട് ഓഫ് ചെയ്യേണ്ടത് കട്ട് ഓഫ് you ചെയ്തോണം. need to cut him off where he needs to be cut ബാലാം off. വരുമ്പോൾ When Balaam's come, ബേർഡ്സ് ഒക്കെ മുറുകെ പിടിച്ചോണം. hold on to your wallet. നിന്നെ തട്ടി മാറ്റുവാനും I mean, to destroy you. നിന്നെ തകർക്കുവാനും And then to ഇവർ destroy വരുന്നുണ്ട്. you. ഇവർ വരുന്നുണ്ട്. Oh, they are coming. നിന്റെ വേദന സമയത്ത് In your pain. ഏറ്റവും പ്രഭാതത്തിൽ വരും. I mean, they will come in the topmost ഏറ്റവും time. പാതിരാത്രിക്ക് Oh, വരും. they will come even in midnight. ആസിഫ് അവർ ഒത്തിരി കൺസേൺ ഉണ്ടെന്ന്. Oh, they show they are concerned about ഈ you. മൂന്ന് സ്പിരിറ്റ് ഒരു കോമണാലിറ്റി പറയാം. And there is a commonality in all three spirits. ഈ മൂന്ന് സ്പിരിറ്റ് ഒരു ചീസ് കോമൺ ആണ്. One thing is common about all three. ഒന്ന്, നിങ്ങളുടെ പാസ്റ്ററിൽ നിന്ന് ഈ സ്പിരിറ്റ് നിങ്ങളെ അകറ്റും. Oh, that will take you away from your pastor. രണ്ട്, ഈ സ്പിരിറ്റ് നിങ്ങളെ ചർച്ചിൽ നിന്ന് അകറ്റും. It will take you away from your church. മൂന്ന്, ഈ സ്പിരിറ്റ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ അകറ്റും. And it will take you away from your family as ഹസ്ബൻഡ് well. വൈഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. Every husband and wife, please pay close എല്ലാ attention. കൂട്ടുകാരും കൂട്ടുകാരല്ല. All friends are not Come real on, husband friends. wife, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Every husband and wife, listen എല്ലാ carefully. കൂട്ടുകാരും കൂട്ടുകാരല്ല. All friendships are not real എല്ലാത്തിനും friendships. അതിര് വെച്ചോണം. You need to keep boundary for അധികം everything. പഞ്ചാര വിഷമം ഉണ്ടാക്കും. Amen. All of these sugary talks will bring lot of pain. അധികം ഷുഗർ വന്നാൽ പ്രശ്നമാ. I mean, if you have so much of sugar, it is a lot of എല്ലാത്തിനും ഒരു problem. ബൗണ്ടറി കീപ്പ് ചെയ്യ്. Please keep boundary for everything. അബ്ശാലോം മാറി നിൽക്കട്ടെ. Let all Abshaloms be aside. ബാലാമുകൾ മാറി Let നിൽക്കട്ടെ. all Balaams be യെസബേൽ aside. സ്പിരിറ്റ് നമ്മുടെ ഭവനത്തിൽ കയറല്ലേ. Let those spirits not enter into നിന്നെ our നിന്റെ houses. ദൗത്യത്തിൽ നിന്ന് അകറ്റി മാറ്റാൻ ഈ സ്പിരിറ്റുകളുണ്ട്. These spirits will take you away from ഇവൻ your നിന്റെ purpose. മിനിസ്ട്രിയിൽ നിന്നെ പറിച്ചു മാറ്റും. It will take you away from your ministry. ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് I mean, where God has placed ഇവിടെ നീ you. വളരണം എന്നാ ദൈവത്തിന് ആഗ്രഹം. God desires for you to grow. നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് Where God has placed നീ you. ഉപയോഗിക്കപ്പെടണം എന്നാ ദൈവത്തിന് God ആഗ്രഹം. desires for you to grow. നിന്നെ തകർക്കാൻ പിശാച് പല വാതിൽ നോക്കും. I mean, devil will try every door to destroy ദൈവസഭ you. മനസ്സിലാക്കണം. But the church should പിശാചിന് realize ഒരു തന്ത്രം നിന്റെ ഭവനത്തിൽ കയറാൻ that no അനുവദിക്കല്ലേ. scheme should enter into your house. ഇവൻ അകത്ത് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അറിയാമോ? Do you know what happens once he enters? സെഡക്റ്റീവ് ആയി സ്പിരിറ്റ്, സെഡക്റ്റീവ് സ്പിരിറ്റാ. Very much seductive. ഒരു പ്രാവശ്യം വന്നാൽ പറിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടാണ്. I mean, if once it enters, it is very hard to then ഒരു take him away. പ്രാവശ്യം നിന്റെ വീട്ടിൽ ഇത് കേറിയ The moment one time it enters into your house, പിന്നെ നിന്നെ കൊണ്ടേ പോത്തു. then it would surely go with you. ഇന്ന് അത് മനസ്സിലാക്കണം. Today you need to realize that. ഞാൻ ഇത്ര ഐഡന്റിഫിക്കേഷൻ തന്നല്ലോ, അത് പോരായോ? I mean, I've given these many identification. Is that enough? ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു വ്യക്തിയല്ല. I mean, this is not one person. ഇതൊരു സ്പിരിറ്റാ. It is a spirit. ഇതൊരു വ്യക്തിയല്ല. This is not one person. ഇതൊരു ബ്രദർ അല്ല, ഒരു സിസ്റ്റർ അല്ല. This is not a brother. This is not a sister. ഇതൊരു സ്പിരിറ്റാ. This is a spirit. ഈ സ്പിരിറ്റ് വർക്ക് ചെയ്യാൻ അനുവദിക്കല്ലേ. Do not allow the spirit to work. Can somebody praise God for എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഇത് കഴിയും? ദൈവസഭയാ. This is the church of God. കെട്ടപ്പെട്ട ദൈവസഭയാ. This is the church of God, well founded. അനാചാരങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല.
There is no place for ഇതുപോലത്തെ witchcraft. സ്പിരിറ്റിനെ എന്നും നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കും. I mean, we will surely expose Come all on, evil ദൈവത്തെ spirits. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise God? Hallelujah. Hallelujah. നാബോത്തിന്റെ നല്ല തോട്ടത്തെ അതിനെ ചീരത്തോട്ടമാക്കി മാറ്റുവാൻ അനേക ആഹാബുകൾ, അനേക ജസബേലുകൾ അവരെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നല്ല തോട്ടത്തെ ഒരു ചീരത്തോട്ടമാക്കി മാറ്റുവാൻ അനുവദിക്കത്തില്ലെന്ന് പറയുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? അവർ ദൈവത്തെ സ്തോത്രം ചെയ്യുക. How many of you can praise God that I will not allow any Ahab, I will not allow any Jezebel to destroy my garden? Praise the Lord. എന്റെ മെസ്സേജ് ആത്മനിയന്ത്രണത്തിൽ തന്നെയാണ് I നിൽക്കുന്നത്. mean, my message is in the control of the ഞാൻ Holy നിങ്ങളോട് ഒരു Spirit. കാര്യം പറയട്ടെ. Let me declare one ദൈവം thing. നിങ്ങൾക്ക് നൽകി തന്നത് ഒരു നല്ല തോട്ടമാ. God has given you a very good നിന്റെ garden. കുടുംബം നല്ലൊരു തോട്ടമത്രേ. Your family life is a good നിന്റെ garden. ചർച്ച് നല്ലൊരു Your തോട്ടമത്രേ. church is a good garden. നിന്റെ കുഞ്ഞുങ്ങൾ നല്ലൊരു തോട്ടമത്രേ. Your children is a good ഒന്ന് garden. ദൈവത്തെ സ്തോത്രം ചെയ്യാൻ Can പറ്റുമോ? we just praise God for It is that? a vineyard. I mean, അതൊരു മുന്തിരി തോട്ടമാണ്. It is a vineyard. അതൊരു മുന്തിരി എത്ര പേർ തോട്ടമാണ്. വിശ്വസിക്കുന്നു എന്റെ കുഞ്ഞുങ്ങൾ വിനിയാടില്ല? I mean, how many you believe that my എന്റെ children is ഭാര്യ in the ഭർത്താവ് vineyard? വിനിയാടില്ല. Oh, my husband and wife ഒന്ന് is ദൈവത്തെ vineyard. സ്തോത്രം ചെയ്ത Can ദൈവമക്കളെ, you just praise നിന്റെ Him? ജോലി ഒരു വിനിയാടാ. Your job is a vineyard. നിന്റെ ഹെൽത്ത് ഒരു വിനിയാടാ. Your health is a vineyard. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can you just praise ഒരു God? അന്ധകാരത്തിന് I mean, മണ്ഡലങ്ങളെയും no powers of ഈ darkness, വിനിയാടിന് മേൽ ചവിട്ടി മെതിക്കാൻ അനുവദിക്കല്ലേ. I mean, should trample over your vineyard. പാലാമുകൾ മാറട്ടെ. Let everything should go എന്റെ away. പണം ദൈവത്തിന്റെയാ. My wealth belongs to അതാരുടെ God. പോക്കറ്റിൽ പോകേണ്ട It കാര്യമല്ല. is not something should go to ഒന്ന് another ദൈവത്തെ pocket. സ്തോത്രം ചെയ്തിട്ട് Can we just praise എന്റെ God? മുഖം വാടും. Even my faith will be എന്റെ weary. മുഖം വാടും. My face will be പക്ഷേ weary. ആ വാട്ടം എന്നെ ദൈവസഭയിൽ നിന്ന് But പുറത്താക്കുവല്ല. that weariness will not take me away from church. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ച ചില അഭിഷിക്തന്മാരുണ്ട്. Oh, there are anointed people that God ആ has kept for you. അഭിഷിക്തന്മാർ നിങ്ങൾക്കൊരു അനുഗ്രഹമാ ദൈവമക്കളെ. Let them be a blessing for you. കഴിഞ്ഞ ദിവസം ഒരു ആള് എന്റെ മെസ്സേജ് കേട്ടിട്ട് നമ്മുടെ ഇവിടെ ഒരാളിനെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം. Amen. The other day, someone heard our message and called someone who belongs to the church. ഇങ്ങനെ നമ്മളെ വാച്ച് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ. There are many people who watch us. കേൾക്കുന്നുണ്ടായിരിക്കും, കാരണം പുള്ളി എല്ലാ ദിവസവും വാച്ച് ചെയ്യാറുണ്ട്. Amen. They are still listening because they are listening every day. നിങ്ങളുടെ പാസ്റ്ററെ ബുദ്ധിയുടെ പ്രമാണം, ഭയങ്കര ബുദ്ധി പ്രമാണം. Amen. Your pastor is preaching based on the knowledge, law of the knowledge. മുട്ടുമേലുള്ള അല്ല. Amen. It's not that he is bending his knees. മുട്ടുമേലുള്ള അല്ല. He is not on his knees. ഞാൻ മുട്ടുമേലുള്ളതും തരും, ബുദ്ധിയുള്ളതും തരും. Amen. I will give the thoughts that comes from my knees and also that based on knowledge. അങ്ങനെയേ ഉള്ളൂ. Amen. That will go ഇവിടം like വരെ വന്ന കഴിവ് കൊണ്ടൊന്നും അല്ല. I didn't come thus far with ഇവിടം all വരെ the വന്ന abilities. പരിശുദ്ധാത്മാവിന്റെ നിറവില. Amen. With the filling of the Holy ദൈവത്തെ Spirit. സ്തോത്രം ചെയ്യാൻ Can പറ്റുമോ? we just praise God? നമ്മുടെ വേദനകൾക്ക് അറുതിയുണ്ട്. Amen. There is a limitation to our പക്ഷേ ഇവിടെ pain. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. But let me declare one thing. നമ്മളോടൊപ്പം ഞെരുങ്ങുവാൻ ഒരു ആത്മാവുണ്ട്. There is a spirit that groans with us. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise Him? ബാലാം നിൽക്കാതിരിക്കുമ്പോൾ, Amen. When Balaam doesn't stand. അബ്സാലോം When നിൽക്കാതിരിക്കുമ്പോൾ, Absaloms don't stand. ആഹാബ് When നിൽക്കാതിരിക്കുമ്പോൾ, Ahab doesn't stand. ദിയോട്രിഫസ് When നിൽക്കാതിരിക്കുമ്പോൾ, Diotrephes doesn't stand. ജസബേൽ When നിൽക്കാതിരിക്കുമ്പോൾ, Jezebel doesn't stand. തുണ നിൽക്കുന്ന ഒരു ആത്മാവുണ്ട്. There is a spirit that stirs ഒന്ന് his സ്തോത്രം ചെയ്യാൻ bones. പറ്റുമോ ദൈവമക്കളെ? Can we just praise Him? നിങ്ങൾക്ക് ആരെയും വേണ്ട. You don't need anything. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ആരെയും വേണ്ട. I mean, you don't need anyone പക്ഷെ in this നമുക്ക് world. എല്ലാവർക്കും But പരിശുദ്ധാത്മാവ് we വേണം. all need that Holy Spirit. വേദനയിൽ കൂടി കടന്നു When പോകുന്നവരെ, you go through this pain, ഭാരത്തിൽ കൂടി കടന്നു when you go പോകുന്നവരെ, through this burden, ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം can we ചെയ്യാൻ just പറ്റുമോ? lift up this hand and ഈ praise ആത്മാവ് God? കൂടെയുണ്ട്. The Spirit is with you. Amen. Amen. Hallelujah. അത് കഴിഞ്ഞിട്ട് 28-ാം വാക്യം കറക്റ്റ് ആയിട്ട് വരുന്ന ഇതോടുകൂടി നമ്മൾ നിർത്തുക. Amen. After that comes verse 28 and with that we'll close. 7 പോയിന്റ് ഉണ്ട്, 5 പോയിന്റ് നമുക്ക് നിർത്താം. Amen. 7 points, but I will stop at this fifth. അഞ്ചാമത്തെ പോയിന്റ്, Amen. The fifth one. the working purpose. Amen. പ്രവർത്തിക്കുന്ന ഒരു ഉദ്ദേശം. The math of suffering and glory. Amen. ആ കഷ്ടതയുടെയും ആ തേജസ്സിന്റെയും ഒരു കണക്കുണ്ട്. The math of groaning creation. Amen. സൃഷ്ടിയുടെ ഞരക്കത്തിന്റെ ഒരു കണക്കുണ്ട്. The math of groaning believers. Amen. വിശ്വാസികളുടെ ഞരക്കത്തിന് ഒരു കണക്കുണ്ട്. And then the math of groaning spirit. Amen. ആത്മാവിന്റെ ഒരു ഞരക്കത്തിന്റെ ഒരു കണക്കുണ്ട്. അവസാനം 28. ഇവിടെ 28ന്റെ പ്രശസ്തി. Amen. Here is where verse 88 comes ഒരുമിച്ച് to ഒന്ന് light. ഉറക്കെ വായിക്കാമോ? Can we just read it together? For those he predestined, he also called. Whom he called, he glorified. And he justified. For those he justified, he also glorified. താഴെ വരുമ്പോൾ ഇങ്ങനെ, for them who are called and destined by the Lord, all things. Come on, ഒന്ന് ഉറക്കെ പറയാമോ? Amen. All things. സകലതും.
work together for. നന്നായി കൂടി ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും മുൻനിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും. ഒരുമിച്ച് പറയാവുന്ന ഒരുമിച്ച് പറഞ്ഞത് സകലതും. എന്തോ ഉറക്കെ പറഞ്ഞ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന കരങ്ങൾ തട്ടി അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? If you believe that everything works for the good of those who believe and loved and predestined, can you just worship him? എന്റെ ഞരക്കം, my groaning, എന്റെ പെയിൻ, എന്റെ വേദന, എന്റെ ഡയഗ്നോസ്റ്റിക്, oh my diagnosis, എല്ലാം is coming together for good. amen. സകലതും നന്മയ്ക്കായി കൂടി ദൈവത്തെ വ്യാപരിക്കുന്നു. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise him? അല്പം നഷ്ടമുണ്ടായി കാണും, Maybe you face a little ഒരു bit അപകടം ഉണ്ടായി loss, കാണും, maybe an accident, ഒരു ഭാരം ഉണ്ടായി or കാണും. maybe a burden. പക്ഷേ ഞാൻ ദൈവത്തിന്റെ ഈ വചനം സത്യമാണെങ്കിൽ, But if this word of God is എന്റെ true, ദൈവം സത്യമാണെങ്കിൽ, if my God is നിങ്ങളുടെ മുഖം true, നോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ. looking onto your face, let me നിങ്ങളുടെ declare it. ഡോക്ടർ എന്തും പറയട്ടെ, No matter what your doctor നിങ്ങളുടെ says, ബാങ്ക് എന്തും no പറയട്ടെ, matter what your bank says, ദൈവത്തെ but സ്നേഹിക്കുന്നവർക്കും the one who loves him, മുൻനിർണയ പ്രകാരം who വിളിക്കപ്പെട്ടവർക്കും are called and predestined by him, സകലതും കൂടി, everything works out. സകലതും നന്മയ്ക്കായി Everything works കൂടി out വ്യാപരിക്കുന്നു. for ഒന്ന് good. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise him? അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്തു വന്ന്, അല്പനേരം ദൈവത്തെ സ്തുതിച്ചു വന്ന്, Can we just take a moment to ഇന്ന് worship him? ഭാരപ്പെടുന്ന എല്ലാ I mean everything that you're നിന്റെ suffering, തകർച്ചകളുടെ മധ്യത്തിൽ, in the midst of your നിന്റെ destruction, വേദനകളുടെ in the മധ്യത്തിൽ, midst of your pain, എല്ലാ ലോസിന്റെ in the മധ്യത്തിൽ, midst of all your എല്ലാ loss, ഡയഗ്നോസിന്റെ മധ്യത്തിൽ, midst of all your diagnosis, കുടുംബ ജീവിതത്തിന്റെ തകർച്ചയുടെ in the മധ്യത്തിൽ midst of your broken ഞാൻ ഗ്യാരണ്ടിയായി relationship, പറയാം, let me stand as a എന്റെ guarantee. ദൈവത്താൽ By my God, എല്ലാം നന്മയ്ക്കായി കൂടി it വ്യാപരിക്കും. will turn around for the എല്ലാം good. നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. For good. ഹല്ലേലൂയ. ഒരുമിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ Can we just പറ്റുമോ? praise him together? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം, Amen. Can we just rise up to our feet? കണ്ണുകളെ അടയ്ക്കാം. And can we just close our eyes? വേദനകളുടെ മധ്യത്തിൽ In the midst of your നമ്മൾ pain, കണ്ണടക്കിയൊന്നുമല്ല. Amen, we are not just shutting our ഓ eyes. പെയിൻ ഉണ്ട്, Oh, there is pain. റിയൽ അത്. It is real. പക്ഷേ ഡേഞ്ചറസ് സ്പിരിറ്റ് നിന്ന് മാറി നിന്ന് But at the same time, we need to stay away from all the dangerous spirit. ഒരാളും നമുക്ക് വേണ്ട. Amen. We don't need anybody else. പരിശുദ്ധാത്മാവ് മാത്രം മതി. We just need the Holy Spirit. തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. It is the Holy Spirit that stands with ബാക്കി you. ആരും തുണ നിൽക്കാൻ പറ്റത്തില്ല. None of the others can stand with അവരെ you. സഹതിപ്പിക്കാൻ പറ്റും. Oh, they can be sympathize with you. Yes, അവർക്ക് നിങ്ങളുടെ കണ്ണീർ ഒരു ഉപ്പാൻ വേണ്ടി വന്നിരിക്കാൻ പറ്റും. They can stand and sit with you to wipe your അവർക്ക് tears. അല്പനേരത്തെ കംഫർട്ട് തരാൻ പറ്റും. They can sympathize for a while. പക്ഷേ വേദന വഹിക്കുന്ന പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. But only the Holy Spirit can carry your pain. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? Can we just praise God? ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് Let every eyes be closed. ഈ വേദന പരിഹരിച്ച് എങ്ങനെയാണെന്നറിയാമോ? Amen. Do you know how this pain was കർത്താവായ solved? യേശു ക്രിസ്തു ക്രൂശിൽ തന്റെ ജീവനെ നൽകി, And Christ Jesus died on the cross of തന്റെ Calvary. സ്വന്തം രക്തം നൽകി തന്നിട്ട് And he gave his precious നീ blood. വിലയ്ക്ക് വാങ്ങപ്പെട്ടതാ. And he was bought by that നീ precious blood. precious ആ. And you're precious. നിന്റെ ഇപ്പോഴത്തെ രോഗാവസ്ഥ അല്ല നിന്റെ ഒറിജിനൽ ക്യാരക്ടർ. I mean, your original character is not your current situation. നിന്റെ വേദനയിലുള്ള കണ്ണുനീരല്ല നിന്റെ ഒറിജിനൽ ഐഡന്റിറ്റി. Your pain is not your original identity. നിന്റെ നഷ്ടത്തിൽ നീ ഉണ്ടാകുന്ന വിഷമമല്ല നിന്റെ പൊസഷൻ. Amen. Your possession is not the pain you go through in loss. നിന്റെ ബാങ്ക് ബാലൻസ് അല്ല നിന്റെ പ്രൊഫഷൻ. Amen. Your possession is not your bank balance. പക്ഷേ നിന്നെ ദൈവം സൃഷ്ടിച്ചത് you are beautifully and wonderfully created in the womb of your mother. Amen. നിങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ അത്ഭുതകരവും അതിശയകരവുമായിട്ടാണ് ദൈവം You സൃഷ്ടിച്ചിരിക്കുന്നത്. have been created wonderfully and beautifully. അത്ഭുതകരവും അതിശയകരവുമായിട്ടാണ് You സൃഷ്ടിച്ചിരിക്കുന്നത്. are precious in the sight of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ Can you മനോഹരമാണ്. lift your hands and say, I am precious? എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി അത് പറയുവാൻ Can you കഴിയും? speak the word of faith ആ today? വിശ്വാസത്തിൽ ഒന്ന് പ്രഖ്യാപിക്കുവാൻ Speak കഴിയുമോ? the word of faith today. ഇന്ന് വിശ്വാസത്തിൽ പ്രഖ്യാപിക്കാൻ This കഴിയുമോ? Holy Spirit is here. ഈ പരിശുദ്ധാത്മാവിനുണ്ട്. This Holy Spirit is ഈ here. പരിശുദ്ധാത്മാവിനുണ്ട്. This Holy Spirit is ഈ here. പരിശുദ്ധാത്മാവിനുണ്ട്. Can somebody praise God? എത്ര പേർക്ക് ആ ദൈവത്തെ Can സ്തുതിക്കുവാൻ somebody praise കഴിയും? God? എത്ര പേർക്ക് ഒന്ന് സ്തുതിക്കുവാൻ I കഴിയും? want to call you today. ഒന്ന് ആഹ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Can you guard yourself? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് സംരക്ഷിക്കുവാൻ As കഴിയുമോ? a shepherd, I provided you 3 guards. ആമേൻ. ഒരു ഇടയൻ എന്ന നിലയിൽ 3 സംരക്ഷണത ഞാൻ നൽകി തന്നു. How many of you will take a decision? അതിൽ എത്ര പേർ തീരുമാനമെടുക്കും? Can I see some hands here? Serious hands. എത്ര കരങ്ങൾ സീരിയസ് ആയിട്ട് ഒന്ന് ഉയർത്തുവാൻ I കഴിയും? will not allow Balaam to rob my wealth. എന്റെ ധനത്തെ മോഷ്ടിക്കുവാൻ ബാലാമിനെ ഞാൻ ഇടവരുത്തതില്ല. Come on. Hallelujah. അങ്ങനെ നഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ട്.
there are people who have lost it. അങ്ങനെ നഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ട്. I know there are people who have പണം lost it. പണം വലിച്ചുരിച്ച് കൊണ്ടുപോയവർ, അങ്ങനത്തെ സംഭവം ഇവിടെ ഉണ്ട്. I mean, there are people, there are Balaams who have taken money from നിന്റെ you. പണം ദൈവം നിനക്ക് നൽകി തന്ന അവകാശമാണ്. Your wealth is what God has given you as an അത് inheritance. വെറുതെ ആരുടെയും കയ്യിൽ പോകേണ്ടി ചുമ്മാ പോകേണ്ട I കാര്യമല്ല. mean, it shouldn't go to somebody's hand for no ഒന്ന് സ്തോത്രം use. ചെയ്യാൻ പറ്റുമോ? Can we just praise him? രണ്ടാമത്തെ കാര്യം, Second, guard against Absaloms. എല്ലാ അബ്ശലോമിനുമെതിരെ നിങ്ങൾ സംരക്ഷിക്കുക. Every compassionate word, spiritual mask are not real. ആമേൻ. എല്ലാ സഹതാപനത്തിന്റെ വാക്കുകളും ആത്മീയ മുഖമൂടിയും ശരിയല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, Oh, not real. I'm praying for you, but that is not real. People who comes with all these schemes, they will put the spiritual mask. ആമേൻ. സ്കീമുകളായിട്ട് വരുന്ന പലരും അവർ ആത്മീയ മുഖമൂടിയായിട്ടാണ് വരുന്നത്. Guard your family. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സംരക്ഷിക്കുക. Guard your family. നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുക. Third thing, be മൂന്നാമതായി, away from Jezebel spirit. എല്ലാ യെസബേലിന്റെ ആത്മാവിൽ നിന്നും ഓടുക. Seductive spirit. അത് വശീകരണത്തിന്റെ ആത്മാവാണ്. You know, they will not just only give you false prophet, അത് കള്ളപ്രവാചകന്മാരെ നൽകുക മാത്രമല്ല, but it will seduce physically and sexually. അത് ശാരീരികമായും ലൈംഗികപരമായും നിങ്ങളെ വശീകരിക്കുവാനിടയാകും. Do not, ladies, സഹോദരിമാരെ, do not allow men with Jezebel spirit into your houses. യെസബേലിന്റെ ആത്മാവുള്ള പുരുഷന്മാരെ നിങ്ങളുടെ ഭവനത്തിൽ പ്രവേശിപ്പിക്കരുത്. I am speaking with the unction of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടിയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. I said opposite. ഞാൻ Ladies, beware of Jezebel spirit in women. ആമേൻ. യെസബേലിന്റെ ആത്മാവുള്ള സഹോദരിമാരെ നിങ്ങൾ സൂക്ഷിക്കുക. More than they influence you, they will influence the men in the house. നിങ്ങളെ വശീകരിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഭവനത്തിലുള്ള പുരുഷന്മാരെ ഇത് വശീകരിക്കുവാനിടയാകും. Men, സഹോദരന്മാരെ, be very cautious about the spirit of Jezebel in men. ആമേൻ. പുരുഷന്മാരിൽ വരുന്ന യെസബേലിന്റെ ആത്മാവിൽ നിങ്ങൾ സൂക്ഷിക്കണം. When they come in, അവർ കയറി വരുമ്പോൾ more than they influencing you, നിങ്ങളെ വശീകരിക്കുന്നതിനേക്കാൾ they will influence the ladies of the house. നിങ്ങളുടെ ഭവനത്തിലുള്ള സ്ത്രീകളെ അത് വശീകരിക്കുവാനിടയാകും. Stop this spirit. ഈ ആത്മാവിനെ നിങ്ങൾ നിർത്തണം. Can I get some good amen? എത്ര പേർ നല്ലൊരു ആമേൻ I പറയും? am not saying anything that has happened here, ആമേൻ. ഇവിടെ നടന്ന ഒരു വസ്തുതയുമല്ല ഞാൻ പറയുന്നത്. but I have always seen this. അപ്പൊ ഞാനിത് എപ്പോഴും കാണുന്ന ഒരു I do വസ്തുതയാണ്. this as a prophecy. ഇത് ഞാൻ പ്രാവചനിക ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ്. Very soon you will see someone being trapped. ആമേൻ. അധികം താമസിക്കാതെ നിങ്ങൾ ഇത് കാണുവാനിടയാകും. Do not allow this to happen. പക്ഷേ അത് സംഭവിക്കാതെ നിങ്ങൾ അത് അനുവദിക്കരുത്. Can we give ourselves to the Lord? ആമേൻ. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് How ഏൽപ്പിക്കാൻ can we കഴിയുമോ? be saved? എപ്രകാരം നമുക്ക് രക്ഷപ്പെടുവാൻ Instead കഴിയും? of all this spirit, we need one spirit, and that is Holy ഈ Spirit. ആത്മാവിനേക്കാൾ എല്ലാം നമുക്ക് ഒരേ ഒരു ആത്മാവ് മതി, പരിശുദ്ധാത്മാവാണ്. Let's pray together. നമുക്ക് ഒരുമിച്ച് Would you പ്രാർത്ഥിക്കാം. lift your hands in the presence of the ആ Lord? കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് ഉയർത്തുവാൻ As a matter കഴിയുമോ? of dedication. ഒരു സമർപ്പണം എന്ന നിലയിൽ God, we thank you for this congregation. We thank you for the word that came with power and authority. Thank you, Lord, for we understand our pain are real and we are vulnerable. Guard us from all kind of evil spirit. Fill us with your Holy Spirit. And we know the final conclusion is all things will work together for good. Thank you for your doing it. In Jesus' name we pray.